ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഡിലേ ആവുന്നില്ലല്ലോ? ജസ്റ്റ് ഒന്ന് പറയോ ആരേലും? ഓക്കെ ഓക്കെ, നിങ്ങൾ എന്താ പറയാ? ഞാൻ ചോദിച്ച ഉടനെ തന്നെ നിങ്ങൾ ആരേലൊക്കെ എന്ത് ചെയ്യുന്നു? ഓക്കെ ഓക്കെ, നിങ്ങൾ എന്ത് ആരേലൊക്കെ റെസ്പോണ്ട് ചെയ്യട്ടോ. എന്തെങ്കിലും ഡിലേ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, നെക്സ്റ്റ് മെത്തേഡ് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മളെന്താണ് BPCC 109 നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 7 ആണ്. അപ്പൊ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രീവിയസ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൻസർ പറഞ്ഞാൽ മതി. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രപ്പോസ് ചെയ്ത ആളാരായിരുന്നു? അല്ലേന്നൊന്നും ചോദിക്കരുത് കേട്ടോ. നമ്മളെ തിയറി മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ടോപ്പിക്കുകൾ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്ററിൽ തന്നെ അതിന്റെ എല്ലാ പോയിന്റും ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതേ സാധനങ്ങൾ തന്നെ ആയിരിക്കും എന്ത് ചെയ്യാം യൂണിറ്റ് 7ലും യൂണിറ്റ് 8ലൊക്കെ അതന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു തിയററ്റിക്കൽ അപ്രോച്ച് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ അപ്പുറത്ത് നമ്മൾ എന്താണ് അന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പുതിയ ആളുകൾ ആരൊക്കെയായിരുന്നു? മറ്റുള്ളവരൊന്നും കേറിയിട്ടില്ല അല്ലെ? നിങ്ങൾ മാക്സിമം ലൈവ് ക്ലാസ് എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് കേട്ടോ. മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾമോസ്റ്റ് ഇപ്പൊ മിസ്സായ ക്ലാസ്സിന്റെ റെക്കോർഡ് കുറച്ച് ദിവസത്തിനുള്ളിൽ തരും. നമ്മുടെ സൈറ്റ് ചെറിയൊരു വർക്കിലാണ്, റിനോവേഷന്റെ വർക്കിലാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ ആക്സസ് ചെയ്ത് തരും. ഒരാൾക്ക് കേറാൻ പറ്റുന്നില്ല പറയുന്നുണ്ടായിരുന്നു. അവര് പേയ്മെന്റ് പിന്നെ ചെയ്യാ പറഞ്ഞു. അത് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞില്ല, ക്ലാസ്സിന് കയറിക്കളും. ലൈവ് ക്ലാസ് മിസ് ചെയ്യണ്ട. ലിങ്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്തു. ലിങ്ക് ഞാൻ ഷെയർ ചെയ്തു, പക്ഷെ അത് പറ്റുന്നില്ല പറഞ്ഞു. അങ്ങനെ വരൂലല്ലോ. നിങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കാണ്. ഞാൻ ഈ ലാസ്റ്റ് അയച്ച ലിങ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ എന്താണ് വളരെ കുറച്ച് തിയറീസേ ഉള്ളൂ. അപ്പൊ അതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ജീൻ പിയാഷെയുടെ. ഇമ്പോർട്ടന്റ് ആണ്. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പുതിയ ഇന്ന് ജോയിൻ ചെയ്ത ആളോട്, നിങ്ങൾ എങ്ങനെയാണ് സൈക്കോളജിയിൽ തന്നെ കരിയർ ഫർദർ ആയിട്ട് സൈക്കോളജി തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ആളാണോ? അതന്നെ, അങ്ങനല്ല, നിങ്ങൾ സൈക്കോളജിയിൽ തന്നെ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒരു എൻട്രൻസ് വ്യൂ പോയിന്റിലൂടെ ഒക്കെ ഉള്ള കണ്ടന്റ് മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡീപ്പായിട്ട് പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഇഗ്നോയുടെ ഒരു രീതി എന്താണെന്നൊക്കെ. അപ്പൊ ഇഗ്നോ എന്ന് പറയുമ്പോൾ വളരെ ഡീപ്പായിട്ട് ഭയങ്കര തിയററ്റിക്കൽ ആയിട്ട് ഒരുപാട് ഭയങ്കര കോൺസെപ്ച്വൽ ആയിട്ട് ഇങ്ങനെ കുറേ പറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു ഇഗ്നോ ജേണിയിലെ ഏറ്റവും നല്ല പേജസ് ഉള്ള 2 പുസ്തകങ്ങൾ, ഒന്നാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി, പിന്നെ രണ്ടാമത്തത് എനിക്കൊന്ന് കൗൺസിലിംഗ് സൈക്കോളജി ആണെന്ന് തോന്നുന്നു. മോർ ദാൻ 400 പേജസ് ഉണ്ട്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 4-5 തിയറീസ്, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ് മാത്രമേ യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നമുക്ക് ഫർദർ ആയിട്ടൊക്കെ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എൻട്രൻസ് വ്യൂ പോയിന്റിലൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയ ആൾക്ക് വേണ്ടിയും പിന്നെന്താണ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എടുക്കുന്നുണ്ട്. കോഡ് ചോദിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി തരാം കേട്ടോ. നിങ്ങൾ അവരോട് എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാൻ പറയോ? പറയേ.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പുതിയ ആള് നിങ്ങൾ എങ്ങനെയാണ് സൈക്കോളജിയിൽ കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ആളാണോ? ഇപ്പൊ ജോയിൻ ചെയ്ത ആള് ജസ്റ്റ് ഒന്ന് പറയോ? ഹലോ ഹലോ. ആ, നിങ്ങൾ സൈക്കോളജിയിൽ തന്നെ ഫർദർ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി അറൗണ്ട് ഒരു 50 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പൊ ഞാൻ ഈ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യോ മൈക്ക്. പിന്നെ ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്ലാസ്സിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഈ പുതിയ ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ് പഠിക്കുന്നത്. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജനിച്ചത് മുതൽക്ക് നമ്മളുടെ മരണം വരെയുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ, പ്രത്യേകിച്ചും സൈക്കോളജിക്കൽ സ്റ്റേജസിനെ അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേജസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ജനിച്ചത് മുതൽക്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ എന്താണ് പ്രഗ്നൻസി പീരിയഡ് മുതലുള്ള പ്രിനാറ്റൽ പീരിയഡ് മുതലുള്ള ആ ടൈം മുതൽ മരിക്കുന്നത് വരെയുള്ള അതിൽ മെയിനായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ബയോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പോ നമ്മൾ ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ, ഒരു ബേസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ ഒരു 6 ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു 5 or 6 ഫിഗേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ തിയറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു എലാബറേറ്റഡ് വേർഷൻ ആണ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ ഈ പറയുന്ന നമ്മൾ സ്ലൈഡിൽ മാക്സിമം എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രീഫ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത് ആ ഒരു ഭാഷയിൽ, പ്രത്യേകിച്ച് മലയാളത്തിലാണെങ്കിൽ അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് എഴുതി വെക്കുക എന്താണ് ആ തിയറി എന്നുള്ളത്. നിങ്ങളൊരു പക്ഷേ പല തിയറികളും പല പെർസ്പെക്റ്റീവിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ തിയറി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ചില വേർഡ് ടെർമിനോളജീസ് ആയിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പല സമയത്ത് ചിലപ്പോൾ പലതും ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. കാരണം പല പെർസ്പെക്റ്റീവിലും പല മീനിങ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അത് എന്താന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ്സിൽ അങ്ങനത്തെ 1-2 ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ടേംസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതിന്റെ നിങ്ങൾ മനസ്സിലാക്കിയത് എഴുതി വെക്കുക. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ചിന്തകളൊക്കെ എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളുടെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ വൈഗോട്സ്കിയുടെ ഒരു 3 തിയറികളുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പേപ്പർ ഓൾമോസ്റ്റ് 400 പേജ് ഉണ്ട്. അപ്പൊ അതിന് ഒരു ചാപ്റ്റർ 25 പേജ് 35 പേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ കുറെ ടേബിളൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സിമ്പിൾ ആയിട്ടാണ് നമ്മളത് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾ ക്ലാസ് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്ത് കണ്ടന്റ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജി ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എൻട്രൻസ് എക്സാം ആവട്ടെ അല്ലെങ്കിൽ നെറ്റ് എക്സാം ആവട്ടെ ഗേറ്റ് എക്സാം ആവട്ടെ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് എടുത്തത് അത് മാത്രമേ ചോദിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു സ്ട്രേഞ്ച് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഒക്കെ എന്ത് ചെയ്യുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള തിയറീസ് ആയിട്ട് നിങ്ങൾക്ക് അപ്പം എന്ത് ചെയ്യും, കുറച്ചും കൂടി ഈസി ആവും. പിന്നെ മൂന്നാമത്തായിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിങ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് എന്താണ് ടെർമിനോളജീസ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ടെർമിനോളജീസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. കാരണം മാക്സിമം എല്ലാം കൂടെ എന്താണ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് ഒരേ സെയിം സാധനമാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സ്കീമയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ആരെങ്കിലും ഒരാൾ പറയോ എന്താണ് സ്കീമ എന്ന്? നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും അറിയില്ല എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മള് പണ്ടത്തെ എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറാം.
വെരി ഗുഡ്. അതാണ് യഥാർത്ഥത്തിൽ സ്കീമ എന്നുള്ളത്. ഞാൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു മെന്റൽ സ്ട്രക്ചർ ഓർ ഫ്രെയിം വർക്ക് ആണ്. അതെന്താണ്, നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്താണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്ന സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് സ്കീമകൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. റോൾ സ്കീമ, പിന്നെ അതുപോലെ തന്നെ ഇവന്റ് സ്കീമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കീമകളുണ്ട്. നമ്മൾ ചെറിയൊരു ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് മുമ്പ് നമ്മൾ അതിനെ എങ്ങനെയാണോ ഫേസ് ചെയ്തത് അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുക. അപ്പൊ അതിനെ കുറിച്ചാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പൊ സ്കീമയിൽ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ഇത് എൻട്രൻസ് വ്യൂ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് തിയറി കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഉദാഹരണം കൊടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നാമത്തത് അസിമിലേഷൻ എന്നുള്ളതാണ്. അസിമിലേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം വെച്ചാൽ, നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് തിരിഞ്ഞോളുന്നില്ല, ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പൊ ഞാൻ എന്താണ് പറയുന്നത്, അത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നിങ്ങൾ പെർസീവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇപ്പൊ ഒരു കുട്ടി എന്താണ്, ഒരു കുട്ടിക്ക് ഡോഗ് എന്താണെന്ന് അറിയാം. അപ്പൊ ആ കുട്ടി എന്താണ്, 4 കാലുള്ള മറ്റൊരു ജീവിയെ കാണുമ്പോൾ ഡോഗ് എന്ന് പറയാം. അഥവാ ആ കുട്ടിയുടെ എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ്, അഥവാ ആ കുട്ടിക്ക് ഓൾറെഡി ഉള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ആ പുതിയൊരു ഇൻഫർമേഷനിലേക്ക് ആ കുട്ടിയുടെ എന്ത് ചെയ്യുക, പഴയ നോളജിനെ ഫിറ്റ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചോദിക്കട്ടോ. പിന്നെ നിങ്ങൾ മാക്സിമം ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തത് അക്കോമഡേഷൻ. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വേർഡിലുണ്ട്. അതായത് നമ്മൾ എന്താണ്, ഒരു പുതിയ കാര്യം കാണുമ്പോൾ നമ്മുടെ പഴയ, നമ്മൾ മുമ്പ് എന്താണോ മനസ്സിലാക്കിയത് അതിലേക്ക് എന്ത് ചെയ്യുക, പുതിയ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിലേക്ക് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നതിനാണ് അക്കോമഡേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് എന്താണ് ഡോഗ് എന്താണെന്ന് അറിയാം. അതിനുശേഷമാണ് ഒരു കുട്ടി സീബ്രയെ കാണുന്നത്. അപ്പോൾ 4 കാലുള്ളതെല്ലാം ഡോഗ് ആണ് എന്നുള്ളതിന് പകരം സീബ്ര എന്ന് പറയുന്നത് ഡോഗിൽ നിന്നും ഡിഫറെന്റ് ആണ്, സീബ്രക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ ഓൾറെഡി ഉള്ള നോളജിനെ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യാൻ, എന്ത് പുതിയ നോളജ് കൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത്, അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും എന്തില്ല ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് ഞാൻ എന്താണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഇതൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടതാണ്. പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അസിമിലേഷനും അക്കോമഡേഷനും ഒക്കെ ഫസ്റ്റ് ഇയർ? എല്ലാരും കേട്ടിട്ടില്ല. ഓക്കെ, ഇത് ഉണ്ടായിട്ടില്ല തോന്നി. ഓക്കെ, ചിലപ്പം പറയാൻ പറ്റില്ല. സെൻസേഷണൽ പെർസെപ്ഷനിൽ ഉണ്ടാവാനാണ് സാധ്യത, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിൽ. സോഷ്യൽ സൈക്കോളജി സെക്കൻഡ് ഇയറിലാണ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്കിപ്പോ ഇത് ഈസി ആയില്ലേ? ഇത് നിങ്ങൾക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോ തന്നെ മനസ്സിലാകുന്നില്ല എന്താണെന്ന്? ഓക്കെ, അപ്പോ ഓക്കെ. അപ്പോ രണ്ടാമത്തത് അഡാപ്റ്റേഷൻ ആണ്. അതായത് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഓരോ സമയത്തും നമ്മളിങ്ങനെ പുതിയ സാധനം കാണുമ്പോൾ നായ എന്താണ്, സീബ്ര എന്താണെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും കൂടി കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ വേർഡിൽ തന്നെ ഉണ്ട്. മൂന്നാമത്തതാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഹാബിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് എന്താണ് സ്ഥിരമായിട്ട് ടീച്ചറെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുന്ന ഒരാൾ എന്ത് ചെയ്യും, അയാൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അയാൾ കൂളായിട്ട് വാങ്ങും. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ അടി വാങ്ങുന്ന ആൾ എന്ത് ചെയ്യും, കുറെ എന്താണ് പല രീതിയിലൊക്കെ ബിഹേവ് ചെയ്യും. അപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഹാബിറ്റുവേഷൻ നടന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യട്ടോ.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഡെഫിനേഷനും കൂടെ ഒന്ന് വായിക്കണ്ട, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഡിഗ്രീസ് ഇൻ റെസ്പോൺസ് ടു റിപ്പീറ്റഡ് സ്റ്റിമുലി ഓവർ ടൈം. അതായത് കുറെ സമയം നമ്മൾ എന്താണ് ഒരു സ്റ്റിമുലസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിന്റെ റെസ്പോണ്ട് എന്ത് ചെയ്യാം, റെസ്പോൺസ് എന്ത് ചെയ്യാൻ ഡിഗ്രി നമ്മൾ റെസ്പോൺസ് കുറയുന്നതിനാണ് എന്ത് ചെയ്യുന്നത് ഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജീൻ പിയാഷെയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ് പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാണ്. ഫസ്റ്റത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, പിന്നെ അതുപോലെ തന്നെ ഫോമൽ ഓപ്പറേഷണൽ ആണ്. ഞാനിങ്ങനെ എന്താ പറയാ ഭയങ്കര പക്കാ ഡ്രൈ ആയിട്ട് ക്ലാസ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളായിരിക്കണം കേട്ടോ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ പക്കാ നമ്മൾ എന്ത് ചെയ്യും അക്കാഡമിക് ആയിട്ട് മാത്രം പോകുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ സാധാരണ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. സാധാരണ നമ്മൾ സൈക്കോളജിന്റെ ക്ലാസ് ഒക്കെ അധികം എടുക്കാറ് ഫീമെയിൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഭയങ്കര ഒലിപ്പിക്കലായിരിക്കും ക്ലാസ്സസ് ഒക്കെ. എനിക്കറിയില്ല നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്താണ് എനിക്കും തീരെ ഇഷ്ടമല്ല, ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യല്. അപ്പോ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്ലാസ്സസ് ആണ് ഇഷ്ടം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക എങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻസറി മോട്ടോർ പീരിയഡ് ആണ് 0 to 2 ആണ് ഏജ് റേഞ്ച് വരുന്നത്. ഞാൻ സ്പീഡ് പറയാണ്. അപ്പോ അതിലുള്ളത് മെയിൻ ആയിട്ടുള്ളത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് അത് എന്ത് ചെയ്യണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ, ഒരു ബുക്ക് ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ആ പുസ്തകം മാറ്റുന്ന സമയത്ത് ആ കുട്ടി വിചാരിക്കുന്നത് എന്താണ്, ആ പുസ്തകം എന്നേക്കുമായിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒബ്ജക്റ്റ്. അത് ഒബ്ജക്റ്റ് പെർമനൻസ് അല്ല. അതിൽ നിന്ന് മാറി നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് മാഞ്ഞു പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയാത്തതാണ് എന്നുള്ള ഒരു രീതിയിൽ പെർസീവ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ സെൻസറി മോട്ടോർ പീരിയഡിലാണ് ഉള്ളത്. അപ്പോൾ എൻട്രൻസിന്റെ സമയത്തൊക്കെ ചോദിക്കാറുണ്ട് ഒബ്ജക്റ്റ് പെർമനൻസ് ഏതാണെന്ന് ചോദിക്കും, ഏത് പീരിയഡിലാണെന്ന് ചോദിക്കും, ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് ചോദിക്കല്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി ഇമ്പോർട്ടന്റ് സാധനങ്ങൾ. അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷനിൽ അനിമിസം എന്ന് പറയുന്നുണ്ട്. അനിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഇപ്പൊ ഡോള് അതുപോലെ തന്നെ ജീവനില്ലാത്ത ഇതിനെന്ത് ചെയ്യും, ഇമോഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പിന്നെ അതുപോലെ തന്നെ സെൻട്രേഷൻ എന്ന് പറയുന്നത് അതെന്താണ് ഒരു ഫ്യൂച്ചറിൽ മാത്രം, അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു മാറ്ററിന്റെയോ അതിന്റെ ഒരു പ്രത്യേകതയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്താണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ആ വേർഡ് എഴുതുമ്പോൾ തന്നെ അതിന്റെ കൂടെ എഴുതി വെക്കട്ടോ. നിങ്ങളിപ്പോ എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്താണെന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അവിടെ തന്നെ നിൽക്കാൻ, അങ്ങനെ കോൺസെപ്റ്റലായിട്ട് ആയിരിക്കൂല എന്ത് ചെയ്യുക, സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലായിരിക്കൂല നിങ്ങൾക്ക് മറുപടി തരിക. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താണ് ഏറ്റവും നല്ല ഈഗോ സെൻട്രിസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഉണ്ടാകുന്ന ഒരു ഇതാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും കുട്ടികളെ വിശ്വസിക്കൂല, അവര് പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കൺസർവേഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. പക്ഷേ ലാക്ക് ഓഫ് കൺസർവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സ്റ്റേജിൽ ഒരു തിയറി പറയുക, ഒരു പെക്യുലാരിറ്റി പറയുമ്പോഴും അതിന്റെ മുകളിൽ അതില്ല എന്നും കൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ലാക്ക് ഓഫ് കൺസർവേഷൻ എവിടെ നിന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരിക്കലും കോൺക്രീറ്റ് ഓപ്പറേഷൻ എഴുതരുത്, പ്രീ ഓപ്പറേഷണൽ ആണ് എഴുതേണ്ടത്. കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എന്താണ് ഒരു 2 പാത്രം ഒരു കുട്ടിയുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു പാത്രം വലിയ പാത്രമാണ്, മറ്റേ പാത്രം ചെറിയതാണ്. രണ്ടിലും നമ്മൾ എന്താണ് ഒരേ ഡെൻസിറ്റിയിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടിലും 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ രണ്ടിലെയും വെള്ളത്തിന്റെ അളവ് ഒന്നാണ്. പക്ഷെ കുട്ടി എന്താ പറയാ, കുട്ടി പറയും വലിയ പാത്രത്തിലാണ് തോനെ വെള്ളം എന്നുള്ള എന്താണ്, അത് അത്രയും ലോജിക്കലായിട്ട് കുട്ടി ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാകുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്, അഥവാ കൺസർവേഷൻ ഇല്ലാതിരിക്കുന്ന സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ. ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് കൺസർവേഷൻ ഉള്ളത്, അതായത് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും എപ്പോഴും സ്റ്റേ ദ സെയിം ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് ഉള്ള കൺസർവേഷൻ ഉണ്ടാകുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷനിലാണ്. അതുകൊണ്ടാണ് ലോജിക്കൽ തിങ്കിങ് അബൌട്ട് കോൺക്രീറ്റ് ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സിബിലിറ്റിയാണ്. നമ്മൾ കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ എന്ത് ചെയ്യാം, അത് ഇങ്ങനെ ആയതുകൊണ്ടാണല്ലേ അങ്ങനെയൊന്നും കൂടെ എന്ത് ചെയ്യാം പിന്നിലോട്ട് കൂടെ ചിന്തിക്കാൻ കഴിയുക. അതും യഥാർത്ഥത്തിൽ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 7 to 11 ആണ് ഇയർ ഏജ് റേഞ്ച് വരുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല, ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഫോമൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 12+ ആണ്. അപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എന്താണ് കുട്ടികൾക്ക് എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടാവുന്ന ഒരു പീരീഡ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചേക്കണം. ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചേക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക കുറെ ടൈം ഒന്നും എടുക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് കാണാതെ പഠിക്കാൻ പറ്റും.
അപ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഞാൻ സ്പീഡിൽ പറയുന്നത് നമ്മളത് ഓൾറെഡി ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എന്തെങ്കിലും പറയൂ ആരെങ്കിലും? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ. പിന്നെ വൈഗോഡ്സ്കി, ഈ പേരൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വൈഗോഡ്സ്കിന്ന് മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണ്ട, വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മറ്റേ ആള് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇടപെടിട്ടോ. ഓക്കെ, വൈഗോഡ്സ്കി എന്നൊക്കെ പറയുന്നത് സൈക്കോളജിയിലെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോ ഡിഗ്രി കഴിയാൻ കാത്തിക്കരുത് എന്ത് വൈഗോഡ്സിനൊക്കെ കേൾക്കാൻ. നിങ്ങൾ ചിലപ്പോൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ. റാനിയ, ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോ തന്നെ എന്താണ് ഇങ്ങനത്തെ ഓരോ പേര് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയിൽ നമ്മളിപ്പോ എന്താണ് ഓരോ ദിവസം 1-2 പേരൊക്കെ പറയുന്നുള്ളൂ. അപ്പോ അത് നിങ്ങൾ അപ്പൊ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫർദർ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് ആവട്ടെ ഏത് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ വൈഗോഡ്സ്കി പ്രപ്പോസ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ZPD, പിന്നെ അതുപോലെ തന്നെ MKO, പിന്നെ അതുപോലെ തന്നെ സ്കഫോൾഡിംഗ് ആണ്. ZPD എന്ന് പറയുമ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എന്താണ് അറിയുന്നതിന്റെയും അറിയാത്തതിന്റെയും, അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ഇത്ര വരെ അറിയാം, ആ കാര്യം അക്വയർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നോളജ് വേണം. ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് എ ലേണർ ക്യാൻ ഡു അലോൺ ആൻഡ് വാട്ട് ദേ ക്യാൻ ഡു വിത്ത് ഹെൽപ്പ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നതിന്റെയും ബാക്കിയുള്ള ഒരാളുടെ ഹെൽപ്പോട് കൂടെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ MKO എന്ന് പറയുന്നത് ഇതെന്താണ്, ഓരോന്നും അത്ര ഇന്റർ റിലേറ്റഡ് അല്ലെങ്കിൽ പോലും ഇത് 3 ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വൈഗോഡ്സ്കി പറയുന്നത്. വൈഗോഡ്സ്കിന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കട്ടെ. ഏതൊരു നെയിം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെച്ചാൽ ആ പേര് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഫെമിലിയർ ആയി മാറും. മറ്റേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യും. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ലവ് വൈഗോഡ്സ്കി എന്നാണ്. ലവ് അല്ല, LEV വൈഗോഡ്സ്കി എന്നാണ്. പിന്നെ മോർ നോളജബിൾ അതർ എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യം നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടി നോളജ് ഉള്ള ഒരാൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട, എന്നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളിൽ നിന്ന് അത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. എ ടീച്ചർ, പാരന്റ്, ഓൾഡർ സിബ്ലിംഗ് ഓർ ഈവൻ എ മോർ എക്സ്പീരിയൻസ്ഡ് പിയർ ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ കേട്ടോ മോർ നോളജബിൾ എന്ന് പറയുമ്പോൾ. ഇനി മൂന്നാമത്തത് സ്കഫോൾഡിംഗ് എന്നാണ്. ആ ഒരു എന്താണ് ആ ടേമിൽ തന്നെ ഉണ്ട്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതായത് ഈ MKOയും അതുപോലെ തന്നെ ZPDയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരാളെന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് എന്ത്, അഥവാ ഗൈഡ് ചെയ്യുന്നതിനാണ് എന്ത്, സ്കഫോൾഡിംഗ് എന്ന് പറയാം. എ ടീച്ചർ ഗൈഡിങ് എ സ്റ്റുഡന്റ് വിത്ത് ഹിൻസ്, ക്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ അത്ര പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള അതേ നമ്മൾ എന്ത് ചെയ്യാനുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ വൈഗോഡ്സ്കിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 3 പേര് അറിയുന്നുണ്ടെങ്കിൽ ഓരോ ഹെഡിങ് ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ, എന്നിട്ട് അതിന്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശദീകരിച്ച് എഴുതാൻ പറ്റും. ഇത് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ബാക്കിയുള്ളവർക്കും ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ ഡൗട്ട് ഉണ്ട് ചോദിക്കട്ടെ. ഞാൻ ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പോകണം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പീഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും ഇയാൾ ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പോകണമെന്ന്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിങ്, ഈ വലിയ ബോക്സ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ കുറേ ഡാറ്റ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാം കൂടെ നിങ്ങൾക്ക് ഭയങ്കര തിയററ്റിക്കലായിട്ട് തരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ബോക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമാണ്. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിങ് നിങ്ങൾ എന്താ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് അല്ല, ഓൾറെഡി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്മെന്റിൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ സെൻസറി മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, ഈ 3 മെമ്മറികളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ അറ്റൻഷന്, എൻകോഡിങ്, റിട്രീവൽ. അഥവാ സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന പോലെ തന്നെ ഒരു 2 സെക്കൻഡിന്റെ അണ്ടറിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ എന്താണ്, നമ്മൾ 2 സെക്കൻഡ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ സ്പീഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മൾ സെൻസറി മെമ്മറിയിലായിരിക്കും കയറുക. കാരണം നമ്മൾ ഒരുപാട് സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ എന്താണ് രണ്ടാമതായിട്ടുള്ള, അതായത് ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതിന്റെ തിയറി ആട്ടോ പറയുന്നത്. രണ്ടാമത് എന്ത് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അറ്റൻഷൻ ചെയ്യാം. അതിനാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ അതിൽ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തത് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ്. ഇത്രയൊന്നും നിങ്ങളുടെ ബുക്കിലില്ല. പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി, ഇതൊക്കെ പറഞ്ഞോളൂ. ഇത് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെ മെമ്മറിയിലെത്തുന്നുള്ള സംഭവമാണോ? അതെ, സ്റ്റെപ്പ് ആയിട്ടാണ്.
സ്റ്റെപ്പ് ആയിട്ടാന്ന് പറയുമ്പോൾ സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, അതാണ് മെമ്മറിയുടെ സ്റ്റെപ്പ്. പിന്നെ അതിന്റെ ഇടയിൽ വരുന്നതാണ് നമ്മൾ എൻകോഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അവസാനമായിട്ട് നമ്മൾ അതിനെ ഓർത്തെടുക്കുന്നതിനാണ് റിട്രീവൽ എന്നറിയാം. ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇവിടെ അല്ല ഇമ്പോർട്ടന്റ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ ലേണിംഗിൽ മെമ്മറിയുടെ ചാപ്റ്റർ ഉണ്ട്. മെമ്മറിയുടെ ചാപ്റ്ററിലാണ് ഇതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ അത് പറഞ്ഞ് ടൈം കളയുന്നില്ല. പിന്നെ ഓരോ മെമ്മറിയുടെ എന്താണ് കപ്പാസിറ്റിയും ഡ്യൂറേഷനും നോക്കുക. ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്ര സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് 50 to 30 സെക്കൻഡ് എന്നാണ്. ഇതിൽ പല രീതിയിലും പല റെഫറൻസിലും ഉണ്ടാവും. ഏകദേശം എന്തായാലും 50 to 30 ആണ് സെൻസറി ഷോർട്ട് ടൈം മെമ്മറിയുടേത്. അങ്ങനെ ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള ഒരു കാര്യം നമുക്ക് എന്താണ് ലോങ് ടൈം മെമ്മറിയിലേക്ക് ആക്കണം. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നില്ലേ, എത്ര സെക്കൻഡാണ്, 15 സെക്കൻഡ്, 30 സെക്കൻഡ് അല്ലേ. കാരണം എന്താണ്, അത് ഒരു ഷോർട്ട് ടൈം മെമ്മറിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ അതേപോലെ ഒരു ക്ലാസ് നിങ്ങൾ എന്താണ് അത്രയും ചെറിയൊരു സമയം കൊണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മെമ്മറിയിൽ ഉണ്ടാവില്ല. അപ്പൊ അത് കുറെ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മെമ്മറിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം, ലോങ് ടൈം മെമ്മറിയിലേക്ക് ആക്കണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എൻകോഡ് ചെയ്യാന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കോഡ് ചെയ്ത് വെക്കാം നമ്മുടെ മെമ്മറിയിൽ. നമ്മൾ എന്താണ് ഇമേജസും മീനിങ്ങും അതൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കോഡ് ചെയ്ത് വെക്കാം. അപ്പൊ എന്ത് ചെയ്യും, അത് ലോങ് ടൈം മെമ്മറിയിലേക്കാകും. പിന്നീട് നമ്മൾ അതിന് എന്ത് ചെയ്യാം, റീകാൾ ചെയ്യാം. നമുക്കിപ്പോൾ എന്ത് ചെയ്യുക, ഒരു കാര്യങ്ങൾ നമ്മൾ കുറെ സമയം എടുത്ത് പഠിച്ചു, അതിന് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് സമയത്ത് എന്ത് ചെയ്യുക, റീകാൾ ചെയ്യുക, അഥവാ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക, റിട്രീവൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഒരു അഡീഷണൽ നോളജ് പറയാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി വെക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങളൊരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവും മെമ്മറിയിൽ. മില്ലർ മാജിക് നമ്പർ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. മില്ലർ മാജിക് നമ്പർ എന്ന് പറയുമ്പോൾ 5+ അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. 5+ or minus എന്നുള്ളതാണ്, 7+ or minus എന്നുള്ളതാണ് ആ തിയറി. മില്ലർ മാജിക് നമ്പർ എൻട്രൻസ് വ്യൂ പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പറഞ്ഞു വരുന്നത് 7+ എന്ന് പറയുമ്പോൾ 9 or 7-2, 7+2 or 7-2 എന്നാണ്. അഥവാ 7 കൂട്ടണം 2 അല്ലെങ്കിൽ 7 കുറക്കണം 2 എന്നുള്ളതാണ് മില്ലർ മാജിക് നമ്പർ. അതായത് ആ ഒരു ഡ്യൂറേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാമാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒരു ക്ലിയറൻസിന് വേണ്ടി നിങ്ങൾക്ക് മില്ലർ മാജിക് നമ്പർ എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് സാധനം പോവാം. ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞിരുന്നു ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ തോന്നുന്നു ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര മൾട്ടി ടാസ്കിങ് സ്കില്ലുള്ളവരായിരിക്കും. ഒരേ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റീലും കാണുന്നുണ്ടാവും, ക്ലാസ്സും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു സാധനമാണ് അറ്റൻഷൻ, ടൈപ്സ് ഓഫ് അറ്റൻഷൻ. ഇതും ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്, നിങ്ങൾ മുമ്പ് പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലെ മെമ്മറിയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം അറ്റൻഷന്റെ ടൈപ്സ് ആർക്കെങ്കിലും അറിയോ, അല്ലെങ്കിൽ മുമ്പ് കേൾക്കുക ചെയ്തിട്ടുണ്ടോ? അറിയില്ല. ഓക്കെ, ബാക്കിയുള്ളവർ എന്താ മൈക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്താണ്ട് എന്ത് ഇടപെടാൻ ശ്രമിച്ചോളൂ. ഈ അറിയില്ല എന്ന് പറയാൻ ഒരു മടിയും വേണ്ട കേട്ടോ. ഞാൻ തന്നെ ഇപ്പൊ എന്താ പറയാ, ഓക്കെ, ഞാൻ തന്നെ എന്ത് ചെയ്യാ, കുറെ സാധനങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് പല പേരും കേൾക്കണത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫാദർ ഓഫ് സൈക്കോളജി ആരാ, അറിയുന്നവർ പറയരുത്. നിങ്ങളൊന്ന് പറയോ, ഈ പുതിയ ആളുകള് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാ, കൂളായിട്ട് പറഞ്ഞോളൂ, ആരും പേടിക്കാനൊന്നുമില്ല. ഹു ഈസ് ദ ഫാദർ ഓഫ് സൈക്കോളജി? ഓക്കെ, ഇനി കൂടി സമയം ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ഒക്കെ ചെയ്തിട്ട് എന്ത് പറയും. അപ്പോൾ ഫാദർ ഓഫ് സൈക്കോളജി എന്താണ്, വില്യം വൂണ്ട് ആണ്. ഞാൻ ചോദിക്കാൻ കാരണം ചിലപ്പോൾ നിങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ പറയും. അപ്പൊ ഇപ്പോഴും ചിലപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ ചെയ്യുന്നവരും പറയാറുണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന്. അപ്പൊ അതല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബേസിക് സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാല് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കറിയാം. അപ്പൊ അങ്ങനെ അറിയില്ല എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, അറിയില്ലല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് വേണം. അപ്പൊ അതിനാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ പെട്ടെന്ന് നമുക്ക് അറ്റൻഷന് കവർ ചെയ്യാം. മെയിൻ ആയിട്ട് 3-4 അറ്റൻഷൻ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആ പേരിൽ തന്നെ ഉണ്ടാവട്ടെ എന്താണെന്ന്. ഒന്ന് സസ്റ്റൈൻഡ് അറ്റൻഷൻ എന്നാണ്. ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുറെ സമയം നിങ്ങൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അറ്റൻഷൻ കൊടുക്കുക. ഇതാണ് സസ്റ്റൈൻഡ് അറ്റൻഷൻ. രണ്ടാമത്തത് സെലക്റ്റീവ് അറ്റൻഷൻ ആണ്. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ കേൾക്കാം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ ചിലപ്പോൾ ഉമ്മക്ക് എന്ത് പറയും, നമ്മുടെ കുക്കറില്ലേ, പ്രഷർ കുക്കർ, അത് വിസലടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഓഫ് ആക്കാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇപ്പോൾ ഫോണിൽ കളിക്കായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, അത് വിസലടിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് ശ്രദ്ധ കൊടുക്കും. അതായത് അതിന് എന്ത് ചെയ്യും, നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ സെലക്റ്റീവ് അറ്റൻഷന്. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സാധനത്തിലേക്ക് മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ, ഇതിൽ കൊടുത്തൊരു എക്സാമ്പിൾ, നിങ്ങൾ എന്താണ് ഒരു നോയ്സി റെസ്റ്റോറന്റിലാണ് ഉള്ളത്. ഒരുപാട് ഇങ്ങനെ പലരും സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് മാത്രം എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാണ്, ഫോക്കസ് ചെയ്യുന്നതിനാണ് സെലക്റ്റീവ് അറ്റൻഷൻ. രണ്ടാമത്തത് ഡിവൈഡഡ് അറ്റൻഷൻ ആണ്.
ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആൾക്കാർക്ക് ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് ആണ്. ഒരേ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും, ക്ലാസ്സും കേൾക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടാവും. അതിനാണ് ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ആൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് എന്താണ് ഈ പേരിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലതെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? സസ്റ്റൈനഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സുസ്ഥിരം എന്നുള്ള ഒരു അർത്ഥം, സ്ഥിരം എന്നുള്ള ഒരു അർത്ഥം. സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട്, ഡിവൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ? പിന്നെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, ഒരു സാധനം നമ്മൾ ആൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ മാറ്റിയിട്ട് വേറെ എന്തിനാക്കുക, അഥവാ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വിച്ച് ചെയ്യുക. നിങ്ങളുടെ അറ്റൻഷൻ എന്ത് ചെയ്യുക, രണ്ട് ടാസ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ മാറി മാറി സ്വിച്ച് ചെയ്യുന്നതിനാണ് ആൾട്ടർനേറ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫോക്കസ്ഡ് അറ്റൻഷൻ, ഇതൊന്നും നിങ്ങൾ, ഞാൻ പറയുന്നു, ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. പക്ഷേ ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഒന്നിൽ എന്ത് ചെയ്യുക, ഒരു ഒച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിമുലസ് നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കേൾക്കുന്നതിനാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എൻട്രൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. കോക്ടെയിൽ പാർട്ടി എഫക്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതെനിക്കൊന്ന് സെലക്റ്റീവ് അറ്റൻഷനിലാണ് പെടുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോട്ടും പെന്നൊക്കെ എടുത്തിട്ടില്ലേ? എല്ലാവരും ഒന്ന് പറയുമോ? എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കാം, കോക്ടെയിൽ പാർട്ടി എഫക്ട് എന്ന് എഴുതി വെക്കാം. കോക്ടെയിൽ പാർട്ടി എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ സെലക്റ്റീവ് അറ്റൻഷനെ പറ്റി പറയുന്ന എന്താ പറയുക, ഒരു എക്സ്പെരിമെന്റ് ആണ്. അഥവാ നിങ്ങൾ എന്താണ്, ഒരു എന്താ പറയുക, കോക്ടെയിൽ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിൽ ഇങ്ങനെ നിൽക്കണം, ഒരു ഇവന്റിൽ നിൽക്കുന്ന സമയത്ത്, വലിയ കല്യാണോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരാൾ നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ആ പേര് മാത്രം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഒരുപാട് തിയറികളുണ്ട് അറ്റൻഷനിൽ. ചിലർ പറഞ്ഞു നമ്മൾ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യും, ചിലർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടത് മാത്രം എന്നൊക്കെ പറയുന്നത് ഒരുപാട് തിയറികളുണ്ട്. അപ്പം അതിനൊന്നും എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തിയറി ഉള്ളത്. ജസ്റ്റ് അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കോക്ടെയിൽ പാർട്ടി എഫക്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആരാണ് പ്രപ്പോസ് ചെയ്തെന്ന് കൂടെ എഴുതി വെച്ചോളൂ. പോളിൻ ചെറിയാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് കോക്ടെയിൽ പാർട്ടി എഫക്ട്. ഇതൊക്കെ എന്തായാലും നിങ്ങൾ എൻട്രൻസിന്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഫർദർ ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടി വരും. അപ്പൊ എല്ലാം കൂടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 4 തിയറീസിന്റെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ പുതിയ ആളുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, ഒന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ ഇങ്ങനെ 3-4 തിയറികളാണുള്ളത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ വൈഗോട്സ്കിയുടെ തിയറി, ഇങ്ങനെ 3-4 തിയറികളെ ഉള്ളൂ. അതന്നെ പിന്നെ എന്ത് ചെയ്യും, എലാബറേറ്റ് ചെയ്തിട്ട് പിന്നെയും ചാപ്റ്റർ ഇങ്ങനെ ഉൾക്കൊള്ളിക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോക്സ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കാം. അതിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവല്ലേ? ഓക്കെ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യാ, കുറച്ചും കൂടെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ക്ലാസ് എന്താ പറയാ, കുറച്ചും കൂടെ ഒരു രസം ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇതിൽ സംസാരിക്കാം. ഇതിൽ പറയാൻ പോകുന്നത് ബേസിക് ആസ്പെക്ട് ഓഫ് ലാംഗ്വേജ് ആണ്. പിന്നെ നിങ്ങൾ എന്താ പറയാ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് ഇഗ്നോന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇഗ്നോന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഉള്ളിൽ നിന്നൊന്നും ചോദ്യം ചോദിക്കൂല. ഇപ്പൊ ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചോദിക്കും ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്. കാരണം എന്താണ്, 20 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ അറിയാം അതെല്ലാം എഴുതി വെക്കാം. പിന്നെ എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, ഒരു പേജിൽ ഒരു 3 സൈഡ് ഹെഡിങ് കൊടുക്കുക, 3 പാരഗ്രാഫ് മാക്സിമം ഉൾക്കൊള്ളിക്കുക, അണ്ടർലൈൻ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളതിലൊക്കെ ഒരു സെഷൻ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യല്ലേ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോണ്ടന്റ്. ഒന്ന് ബേസിക് ആസ്പെക്ട് ഓഫ് ലാംഗ്വേജസ് ആണ്. പിന്നെ അതുപോലെ തന്നെ തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇഗ്നോന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇഗ്നോ എന്ത് ചെയ്യും, ഭയങ്കര വൈഡ് ആയിട്ട് എന്ത് ചെയ്യും, ഒരുപാട് തിയറികൾ, ഒരുപാട് റെഫറൻസ് ഒക്കെ നോക്കി നല്ല ബ്രോഡായിട്ട് ഡാറ്റ കൊടുക്കും. നിങ്ങളിത് വായിക്കണം. എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് അഡീഷണൽ നോളജ് കിട്ടും. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, എല്ലാം കൂടെ എന്ത് ചെയ്യരുത്, വാരി വലിച്ച് പഠിച്ചിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാത്ത അവസ്ഥ ആവരുത്. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. പ്രത്യേകിച്ച് എൻട്രൻസിന്റെ ഒക്കെ സമയത്ത് നിങ്ങൾ ഒരുപാട് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാമിന്റെ ഒരു എന്താണ് സ്വഭാവം മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പറയുന്നതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതി വെക്കുന്നതോടൊപ്പം തന്നെ
ഇന്ന് തന്നെ ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് നോക്കാൻ ശ്രമിക്കുക. കാരണം ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 100-150 പേജ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ലൈഡുകൾ കൊണ്ട് തന്നെ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അപ്പോ ബേസിക് ആസ്പെക്റ്റില് ഇതെന്ത് ചെയ്യുന്നില്ല, ഇതും നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യേണ്ട, എക്സാമിന് ചോദിച്ചോളണമെന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അഥവാ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആസ്പെക്ട് എന്നൊരു ഹെഡിങ് ഇടുക. പിന്നെ ഈ 5 സാധനങ്ങൾ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഒന്നാമത്തത് ഫോണിംസ്. ഇത് എൻട്രൻസിൽ എന്താണ്, പ്രത്യേകിച്ച് CUT-ക്കൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്ന ഒന്നാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നാമത്തത്, അപ്പൊ നമുക്ക് പോവാം. 5 കോമ്പോണൻസ് ആണ് ലാംഗ്വേജിനുള്ളത്. ഒന്നാമത്തത് ഫോണിംസ് ആണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നുണ്ടോ? ഞാൻ ഈ ക്ലാസ് പറയുന്നതിന് മുമ്പ് അതിൽ കാണുന്നില്ല ഇതൊക്കെ? ഞാനത് വെച്ചാൽ ഇമ്പോർട്ടന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതില് ഫോണോളജി, മോർഫോളജി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ഓളജി എന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ ഈ ബയോളജി എന്നൊക്കെ പറയുന്നില്ലേ, ഓളജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിഞ്ഞൂടാ. ഓളജി പറഞ്ഞാൽ റാനിയ മൈക്ക പറഞ്ഞോളൂ, ഓണാക്കിയിരുന്നു. അറിയില്ല എന്ന് പറയാനായിരിക്കില്ല നിങ്ങള്. ഞാൻ നിങ്ങൾ പറയാൻ നിൽക്കുന്നത്. ഓളജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സ്റ്റഡി എന്നാണ് അർത്ഥം. അതായത് ഇപ്പൊ ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ബയോളജിക്കൽ ഇതിനെ കുറിച്ച് പഠിക്കുന്നതിനാണ്. ആ ഓളജി എന്നുള്ള അർത്ഥം എന്താണ്, സ്റ്റഡി എന്നുള്ള അർത്ഥമുള്ളൂ. ഇപ്പൊ കോസ്മോളജി എന്നൊക്കെ പറയുന്നില്ലേ, എപ്പിഡമോളജി. ഓളജി കൊണ്ട് എവിടെ വന്നാലും എന്താണ്, നമ്മൾ അതിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ ബേസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓളജിന്നും കൂടി ഉൾപ്പെടുത്താം. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് സൈക്കോളജി എന്ന് പറയുമ്പോൾ, സൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, മെന്റൽ, മെന്റൽ എന്നുള്ള ആ ഒരു അർത്ഥമാണ്, സോളിനെ കുറിച്ച് എന്നുള്ള. ഓളജി എന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, അഥവാ അതിനെ കുറിച്ച് പഠിക്കാൻ, സ്റ്റഡി ഓഫ് എന്നുള്ള ആ ഒരു മീനിങ് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ ബുക്കിൽ എന്തായിരിക്കും, ഫോണോളജി, മോർഫോളജി എന്നൊക്കെ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു 5 കോമ്പണൻസ് ഇങ്ങനെ മനസ്സിലാക്കിക്കാം. ഫോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ യൂണിറ്റ് ഓഫ് സൗണ്ട് ആണ്. അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനാണ്. ഫോർ എൻ എക്സാമ്പിൾ കെ എന്നുള്ളത് എന്താണ്, കേൾക്കാൻ പറ്റുന്ന, അതിലും ചെറുതായിട്ടുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, മുറിച്ചിട്ടില്ലല്ലോ. അപ്പൊ കെ എന്നൊക്കെ ഉള്ള ആ ഒരു സൗണ്ട് എന്നാണ്. അപ്പോൾ സൗണ്ടിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, എഴുതി വെക്കുക. ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണമെന്നില്ല. ബട്ട് എന്താണ്, ഫർദർ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ മോർഫിംസ് എന്ന് പറയുമ്പോൾ മീനിങ്ങിന്റെ ഏറ്റവും ചെറിയ ഇത്. ഉദാഹരണത്തിന് അൺഹാപ്പി എന്നുള്ളില്ല അണ്ണ് അല്ലെ. അപ്പൊ ഇത് ഇംഗ്ലീഷിലാട്ടോ. നമ്മൾ മലയാളത്തില് അണ്ണ് പറഞ്ഞാല് അതെന്താണ്, അതിലൊരു മീനിങ് ഇല്ലല്ലോ. ഇപ്പൊ ചെറിയൊരു ഉദാഹരണത്തിന് റീ എന്നുള്ള വേർഡൊക്കെ ഉണ്ടല്ലോ, പുതിയതായിട്ട് എന്നുള്ള ആ ഒരു അർത്ഥം, റീസ്റ്റാർട്ട് ചെയ്യാൻ, ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ആ ഒരു റീ എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ എന്താണ് യൂണിറ്റ്, അതായത് മീനിങ്ങിന്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ആണ്. മലയാളത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു വേർഡ് ഒരാൾ പറഞ്ഞാണ്, മലയാളത്തിൽ മീനിങ് കൊണ്ട് എന്താണ് ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ്? ഞാൻ തന്നെ പറയേണ്ടി വരുമോ? ഇപ്പൊ നമ്മളെന്താണ് നീ എന്നൊക്കെ പറയില്ലേ, യു എന്നുള്ള, ഞങ്ങളെ നാട്ടിലെ മലപ്പുറത്ത് ഇജി എന്നാണ് പറയില്ലേ. അപ്പോ അതൊക്കെ എന്താണ്, മീനിങ്ങിന്റെ ഏറ്റവും എന്താണ് സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. പിന്നെ മൂന്നാമത്തത് സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്ത് ചെയ്തു, നമ്മൾ ഒരു ഗ്രാമർലി പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എന്താണ്, നമ്മൾ അതിന്റെ റൂൾസിനാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് 2-3 വേർഡ്സ് എന്താണ് ജോയിൻ ചെയ്ത് പറയാനുള്ള റൂൾസിന് ആണ് സിൻടാക്സ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുന്നുണ്ട്, ദ ഡോഗ് ചേസ്ഡ് ദ കാറ്റ്. ഇതെങ്ങനെ, ഇത് എന്താന്ന് വെച്ചാൽ നമ്മളെന്താണ്, ഓരോ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഭാഷ പഠിക്കാൻ എന്നുള്ളതിന്റെ ഒരു എന്താണ് ഒരു പ്രോസസ്സിനെ കുറിച്ചും കൂടിയാണ് ഇത് പറയുന്നത്. നമുക്കറിയാം, ചെറിയ കുട്ടികൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഓരോ സ്മാൾ യൂണിറ്റ് ഓഫ് സൗണ്ട് ആയിരിക്കും കുട്ടികൾ ഉണ്ടാക്കുക. പിന്നെ അത് മീനിങ്ങിലേക്ക് മാറും. പിന്നീട് എന്ത് ചെയ്യും, ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് വരലാണ്. പിന്നെ മൂന്നാമത്തത് സെമാൻറ്റിക് ആണ്. സെമാൻറ്റിക് എന്ന് പറഞ്ഞ വേർഡ് ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കേൾക്കാൻ സാധ്യതയുണ്ട്. സെമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്ത് ചെയ്യുക, കുട്ടികൾ കുറച്ചും കൂടെ എന്ത് ചെയ്യാണ്, കോണ്ടെക്സ്റ്റ് ബേസിൽ എന്താണ് മീനിങ്ങിന് വേണ്ടി മീനിങ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുന്നതിനാണ്. അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ലൈറ്റ് എന്ന് പറയാം, ബ്രൈറ്റ്നെസ്സിന്, ഇതിനൊക്കെ വേണ്ടി. പിന്നെ അഞ്ചാമത്തത് പ്രാഗ്മാറ്റിക്സ് ആണ്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ലാസ്റ്റ്, ഏറ്റവും അവസാനത്തെ ഒരു ഇതാണ് ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ. അഥവാ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. അഥവാ ഒരു സാധനം, ഇപ്പൊ ലൈറ്റ് എന്നുള്ളത് ലൈറ്റിന്റെ സ്ഥലത്ത് തന്നെ പറയാം.
ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളത് വേറെ എവിടെയും പറയാൻ പറ്റില്ല. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, എന്തെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പല സമയത്തും പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അതിന് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സോഷ്യൽ സിറ്റുവേഷനിൽ പറയാം. അതിലുള്ള എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാൻ യു പാസ് ദി സാൾട്ട് എന്ന് പറയുന്നുണ്ട്, ആ ഒരു എന്താണ് റിക്വസ്റ്റ് ആയിട്ട്. അപ്പൊ അത് അതിന്റെ സാഹചര്യത്തിൽ പറയുന്നതിനാണ് എന്ത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെറുങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഉൾക്കൊള്ളിച്ചത്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിക്കുക, എഴുതി വെക്കുക. ബ്രെയിനിനെ പറ്റി നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കും. നിങ്ങൾ ബയോസൈക്കോളജി നിങ്ങൾ എന്താണ്, ഓക്കെ ആണോ നിങ്ങൾക്ക്? ഫസ്റ്റ് ഇയറിലുള്ളതാണ്. ഏകദേശം അറിയാം. ഓക്കെ, ബയോസൈക്കോളജി പറഞ്ഞാൽ എന്താ പറയാ, ഫിസിയോളജി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഫർദർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് രണ്ട് ഏരിയകളുണ്ട് ബ്രെയിനിൽ. ഒന്ന് ബ്രോക്കാസ് ഏരിയ, രണ്ടാമത്തത് വെർണിക്ക. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് വേണ്ടി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പെട്ടെന്ന് കേൾക്കും, പ്രത്യേകിച്ച് ഫിസിയോളജിയിൽ ഒരു 100 കണക്കിന് പേര് അതിന്റെ ഫംഗ്ഷനൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഓവർലോഡ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഡിഗ്രി തന്നെ എന്താണ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു, എഴുതി വെച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ ബ്രോക്കാസ് ഏരിയ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, CUTക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രോക്കാസ് ഏരിയ ഏത് ഭാഗത്താണെന്ന്? ഫ്രണ്ടൽ ലോബിലാണ്, ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബിലാണ്. ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയേക്ക, ബ്രോക്കാസ് ഏരിയ, പിന്നെ അതുപോലെ തന്നെ വെർണിക്ക ഏരിയ. നിങ്ങൾക്ക് എങ്ങാനും പരീക്ഷന്റെ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വന്നു, ബ്രോക്കാന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ബ്രോക്കാസ് ഏരിയ എന്ന് എഴുതാം. അതിന്റെ ഫംഗ്ഷൻ അറിഞ്ഞില്ലെങ്കിലും എങ്ങനെയും ബ്രോക്കാസ് ഏരിയ ഒരു സെന്റൻസിൽ കൊള്ളിക്കാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെങ്കിലും എഴുതിയേക്കാം. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ബ്രോക്കാസ് ഏരിയ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ഫോർ എന്താണ് ലാംഗ്വേജിന് എഴുതിയേക്കുക. എന്നിട്ട് ആ ബ്രോക്കാസ് ഏരിയ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോക്കുന്ന ആൾ പെട്ടെന്ന് അത് കാണുമ്പോൾ ഓക്കെ, നല്ല രീതിയിൽ ഡെപ്ത് നോളജ് ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ്. എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രിക്ക് ആട്ടോ. നമ്മൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഉടായ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എടുക്കുക എന്നുള്ളതാണ്. കുറെ പഠിച്ചു പോയതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, രണ്ടാമത്തത് വെർണിക്ക ഏരിയ ആണ്. വെർണിക്ക ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. ലെഫ്റ്റ് ടെമ്പറൽ ലോബിലാണ്, മറ്റേത് ഫ്രണ്ടൽ ലോബിലാണ്. അപ്പോ പിന്നെ ഇതിന് പറയുന്നുണ്ട്, ബ്രോക്കാസ് ഏരിയക്ക് എന്താണ് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ബ്രോക്കാസ് അഫാസിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകും. അഥവാ ബ്രോക്കാസ് ഏരിയ എന്നുള്ളത് സ്പീച്ച് പ്രൊഡക്ഷൻ ആണ്. വെർണിക്ക ഏരിയ മീനിങ് മനസ്സിലാക്കാനുള്ളതാണ്. ഇതൊക്കെ എന്താ പറയാ, എൻട്രൻസിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ചോദിക്കും, ഒരാൾ എന്താണ് വണ്ടി ഇടിച്ചു, എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഇത് ബ്രെയിനിന്റെ ഏത് ഭാഗത്താണ് അയാൾക്ക് ഇഞ്ചുറി പറ്റിയതെന്നൊക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പൊ കുറെ സിമിലർ ആയിട്ടുള്ള ഭാഗങ്ങൾ കൊടുക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബ്രോക്കാസ് ഏരിയ. അപ്പൊ ബ്രോക്കാസും വെർണിക്കും കൊടുത്തില്ല. നിങ്ങളിപ്പോ വെർണിക്ക ലാംഗ്വേജുമായി ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, റെക്കഗ്നീഷൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബ്രോക്കാസ് ഏരിയ, വെർണിക്ക ഏരിയ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എഴുതി വെക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് ചില ക്ലാസ് എങ്ങനെ വളരെ കൂളായിട്ട് എന്ത് ചെയ്യാറ്റുള്ളൂ, നെറ്റ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ക്ലാസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യാം. ഇനി എന്താണ് കട്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഉടനെ തന്നെ പറയട്ടോ. ഓക്കെ അല്ലേ? ഇടയ്ക്ക് കട്ടാവുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? എന്നാ പറയണം കേട്ടോ. സെന്റൻസ് അന്നേരം മാറി. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് എന്താ പറയാ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. കുട്ടികൾക്ക് ഏതൊക്കെ സ്റ്റേജിലാണ് ഏതൊക്കെ രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്, ടേബിളാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ വേറെ ടേബിൾ ഉണ്ട്, ഞാൻ രണ്ടും കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക, ഒരു സ്റ്റേജസ് മാക്സിമം പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ സ്റ്റേജസിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ആലോചിച്ചാൽ എഴുതാൻ പറ്റുന്നതുള്ളൂ. അപ്പൊ ഒന്നാമത്തത് നിങ്ങൾ ഇതിൽ കാണിക്കുന്ന സ്റ്റേജസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. പ്രീ ലിംഗ്വിസ്റ്റിക് എന്നുള്ള ആ ഒരു സ്റ്റേജസ് നോക്കണ്ട. അടിയിൽ ഞാൻ വേറെ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫാൻസ്, ടോഡ്ലർ, അഡൾട്ട്ഹുഡ്, ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നോക്കിയാൽ മതി. പിന്നെ ഫസ്റ്റ് ഇതിൽ ബർത്ത് ടു 12 മന്ത്, അഥവാ ഒരു കുട്ടിക്ക് ഒരു വയസ്സാവുന്നത് വരെ കുട്ടി എന്തൊക്കെ ചെയ്യും, കൂയിങ് അഥവാ വൊവൽ സൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രൈയിങ്, പിന്നെ അതുപോലെ തന്നെ ബബ്ലിങ്, പിന്നെ ഗസ്റ്റർ. അത് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികൾ എന്താണ് ബാബ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത്. പിന്നെ 12 to 18 എന്ത് ചെയ്യും, കുട്ടികൾ എന്ത് ചെയ്യും, ഒരു വേർഡ് എന്ത് ചെയ്യാം പറയാൻ പറ്റും നോക്കും. ഇപ്പൊ കുട്ടിക്ക് എന്താണ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുട്ടി ശ്രമിക്കും. പിന്നെ 80 to 24 കുട്ടി എന്ത് ചെയ്യും, കുറച്ചും കൂടെ എന്ത് ചെയ്യും, അതിനൊന്ന് എലാബറേറ്റ് ചെയ്തിട്ട് ഗോ പാർക്ക്, വാണ്ട് ടോയ്. അവിടെ ഐ വാണ്ട് എന്നൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനൊന്നും പറയാൻ വേണ്ടി നോക്കൂല.
രണ്ട് വേർഡൊക്കെ എന്ത് ചെയ്യും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും പറയാൻ നോക്കാം. ഇവിടെയാണ് ഏർലി ഗ്രാമർ ബിഗിൻ ചെയ്യുന്നത്, അഥവാ ഗ്രാമറൊക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു തുടക്ക കാലാണ് കുട്ടിയുടെ. പിന്നെ അതുപോലെ തന്നെ 24 to 30 മന്ത് ആകുമ്പോൾ എന്ത് ചെയ്യും, മൾട്ടി വേർഡ് എന്ത് ചെയ്യും യൂസ് ചെയ്യാൻ നോക്കും. ഉദാഹരണത്തിന് ഡാഡി, ഗോ വർക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും കുട്ടി യൂസ് ചെയ്യാൻ നോക്കും. പിന്നെ 30 മന്ത് പ്ലസ് എന്ത് ചെയ്യും ഫുൾ സെന്റൻസ്, അതുപോലെ തന്നെ ഗ്രാമറൊക്കെ കറക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മൾ ഇത് എടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ, ഈ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ ഈ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടോ ഇല്ല നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടിക്ക് എന്തുണ്ടാവും, കോഗ്നിറ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഉടനെ തന്നെ കാണിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യരുത്, കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ കുട്ടിയുടെ എൻ്റയർ ലൈഫിനെ, കുട്ടിയുടെ എന്ത് ചെയ്യും ബ്രെയിനിനും ഇന്റലിജൻസിനും എല്ലാത്തിനും അത് എന്ത് ചെയ്യും ബാധിക്കും. അപ്പൊ അത് ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിൾ. ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് കുറച്ചും കൂടെ ആ ക്രൈയിങ്ങും കൂളിങ് ഒക്കെ എത്രത്തോളം ഏതൊക്കെ കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈഡ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വായിക്കാതെ പോകരുത് കേട്ടോ. പ്രത്യേകിച്ച് സ്ലൈഡ് വായിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടെക്സ്റ്റും വായിക്കാൻ വേണ്ടി നോക്കുക. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകല്ലേ. സിമ്പിൾ ആട്ടോ, ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഇങ്ങനെ മറച്ചു വെക്കുന്ന സമയത്ത് ഒരുപാട് പേജ് കാണും. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് കുറേ പേജിന്റെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പഠിക്കാതിരിക്കരുത്. സിമ്പിൾ ആണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ഈ സബ്ജക്ട് ഉണ്ടായിരുന്നു, ഹോം സയൻസ് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഇതിനെ കുറിച്ച് കുറെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഹോം സയൻസ്. ഓക്കെ ഓക്കെ. അപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ ഇതിനെ കുറിച്ചൊക്കെ. ഇതിന് മുമ്പത്തെ മറ്റേ കുട്ടികളുടെ വളർച്ചയൊക്കെ ഇല്ലേ, പ്രീനേറ്റൽ പീരീഡ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും സംശയം ചോദിക്കേണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ പ്രശ്നം. അപ്പൊ ഇനി എന്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെ എനിക്ക് വേണ്ടി പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമുക്ക് 9th ചാപ്റ്റർ ആണ്. നമ്മൾ എത്ര പെട്ടെന്നല്ലേ ചാപ്റ്റർ 9 ആയത്. അപ്പോ 9th ചാപ്റ്റർ എന്താണ്, മോറൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയും ഏതൊക്കെ തിയറീസും ആരൊക്കെയാണെന്ന്. ഇമ്പോർട്ടന്റ് ഞാൻ കുറേ ആയി പറഞ്ഞത്, ഒന്ന് പറഞ്ഞാൽ ആരെയും ഒരാള്. ജീൻ പിയാസന്റെ കോഗ്നിറ്റീവ് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മറ്റേ സൈക്കോ അനലിറ്റിക്കൽ തിയറി, എറിക്സന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിന്റെ ബാക്കി സ്റ്റേജസ്, പിന്നെ ഓക്കെ പിന്നെ വൈഗോട്സ്കിയുടെ 3 തിയറികൾ. 3 തിയറി സ്റ്റേജസ് അല്ല, 3 കോൺസെപ്റ്റുകൾ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണേ, മോറൽ ഡെവലപ്മെന്റിൽ ഇപ്പൊ ഈ 4 തിയറികളെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മോറൽ ഡെവലപ്മെന്റിലെ കൊഹൽബർഗിന്റെ തിയറി. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജീൻ പിയാഷയുടെ ഒരു തിയറി ഓഫ് മൊറാലിറ്റി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജീൻ പിയാഷ എന്ത് ചെയ്തിട്ടുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നന്നായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യനിൽ ഇത് ചോദിക്കൂല, തിയറി ഓഫ് മൊറാലിറ്റി ചോദിക്കൂല. പിന്നെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ കൊഹൽബർഗിയുടെ എന്താണ് തിയറി ഓഫ് മോറൽ റീസണിങ് എന്ന് പറയുന്നത്. കൊഹൽബർഗിന്റെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നേരത്തെ എഴുതി വെച്ച ആ 4 5-ാമത്തെ എഴുതാം. എനിക്കൊന്ന് പുതിയ ജോയിൻ ചെയ്തവർക്കൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എറിക്സന്റെ സൈക്കോ സോഷ്യലും അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷലും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, മനസ്സിലായിട്ടല്ല. നമ്മൾ അത്രയും ഡീപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പാഠങ്ങളിൽ അത് എന്ത് ചെയ്യണം, അത് എലാബറേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാം. പിന്നെ ഗിലീഗന്റെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൊറാലിറ്റി കെയർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഫെമിനിസ്റ്റ് ലെൻസിൽ. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, അത് എന്താണ് സെയിം സാധനം തന്നെ. അതായത് കൊഹൽബർഗ് പറഞ്ഞ സെയിം സാധനത്തിന്റെ എന്താണ് ഒരു ഫെമിനൈൻ സൈഡിൽ നിന്ന് ആളെന്ത് ചെയ്താണ് പറഞ്ഞതാണ്. അപ്പോ കൊഹൽബർഗിന്റെ തിയറി നമുക്ക് നോക്കാം. കൊഹൽബർഗിന്റെ തിയറിയിൽ 3 ലെവലാണ് ഉള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. 3 ലെവൽസ് ആണുള്ളത്. ഒന്നാമത് പ്രീ കൺവെൻഷനല്, കൺവെൻഷനല്, പോസ്റ്റ് കൺവെൻഷനൽ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പെട്ടെന്ന് പറയാം കേട്ടോ. ജീൻ പിയാഷയുടെ 3 സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു? ആ ഒരു എന്താ പറയാ തിയറിയിലെ ഒരു കീ വേർഡ് ഉണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് പറയോ? അത് ഞാൻ പറയാൻ കാണിച്ചാൽ എപ്പോഴും ഇത് മാറും. എന്താ പറയാ, പിയാഷയിലെ ഓപ്പറേഷണൽ എന്നാട്ടോ, പോസ്റ്റ് ഓപ്പറേഷണൽ, ആ ഒരു ഓപ്പറേഷണൽ സെൻസറി പീരിയഡ്, പിന്നെ പോലെ തന്നെ പ്രീ ഓപ്പറേഷണൽ,
ഫോർമൽ ഓപ്പറേഷൻ എന്നുള്ള ആ ഓപ്പറേഷനിൽ എന്നുള്ള വേർഡാണ് ആരത് നമ്മുടെ പിയാഷയുടേത്. ഇതിലെന്താണ് കൺവെൻഷനൽ ആണ്. ഈ പുതിയ ജോയിൻ ചെയ്ത ആളുകൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങളിങ്ങനെ ഇയാള് ഒരു 1.5 മണിക്കൂറായിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോണതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉടനെ ക്യാച്ച് മനസ്സിലാവുന്നില്ല. ഇല്ല മനസ്സിലാവുന്നുണ്ട് കുറെ ഒന്ന് ക്യാൻസൽ കുറച്ചൊരു അതെന്താ വെച്ചാല് നമ്മളെന്താ വെച്ചാൽ ഓൾറെഡി ഓക്കെ നമ്മള് ഇതൊക്കെ ഓൾറെഡി എന്താണ് ഡിസ്കസ് ചെയ്താണ്. എനിക്കൊന്നിനെ ഫസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്ക് അത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ പെട്ടെന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്ക്? ഓക്കെ ഫസ്റ്റ് എടുത്ത ചാപ്റ്റർ അത്ര ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഓക്കെ ആവുന്നുണ്ട്. ഓക്കെ. അതെന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒരു ബേസ് പറഞ്ഞാൽ ഫസ്റ്റത്തെ 2-3 ചാപ്റ്റർ ആണ്. അത് നമ്മൾ അത്രയും ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1.5 മണിക്കൂർ വെച്ചിട്ട് തന്നെ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാനിങ്ങനെ പെട്ടെന്ന് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കട്ടോ. പറഞ്ഞോളൂ. സാറ് പെട്ടെന്ന് ആ റെക്കോർഡഡ് ക്ലാസ് ഓക്കെ ആക്കിയെങ്കിൽ എനിക്ക് സെറ്റ് ആവും. ഓക്കെ റെക്കോർഡ് ക്ലാസ് എന്ത് ചെയ്യാം പെട്ടെന്ന് എന്ത് ചെയ്യാം തരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ ഞാനിത് തുടങ്ങാണ്. മോറൽ ഡെവലപ്മെന്റ്. മോറൽ എന്ന് പറഞ്ഞാൽ എന്താ? മോറൽ അല്ല, മൊറാലിറ്റിയുടെ ഒരു മീനിങ് ഒരാൾ പറ. ധാർമ്മികത. ഓക്കെ. അപ്പൊ നമ്മളെ ഉള്ളിൽ എങ്ങനെയാണ് ധാർമ്മികത ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കോഹൽബർഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞാൻ അതിന് മുമ്പ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ കുട്ടികളുടെ ഒരു ഇമ്പോർട്ടന്റ് ആണ്, അപ്പോൾ നിങ്ങളെ കോൺസെപ്റ്റിലേക്ക് മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികളിൽ ഏത് സമയത്തായിരിക്കും സൗണ്ടുകളൊക്കെ കുട്ടികൾ കേൾക്കാൻ തുടങ്ങുക? നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു കണ്ടന്റ് ആണ്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഏത് സമയത്തായിരിക്കും? ഒരു ജനിച്ച മുതലേക്ക് അല്ലെ? ജനിച്ച മുതലേ കേൾക്കുന്നത് ഉറപ്പല്ലേ? നമുക്ക് അറിയുന്നത് തന്നെയല്ലേ? അപ്പോ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, ജനിച്ച മുതലല്ല, കുട്ടികൾ എന്താണ് പ്രഗ്നൻസി പീരീഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കും എന്നുള്ളതാണ് പോയിന്റ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയേക്കണം. ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പൊ അത് ഓക്കെ ഇല്ലേ? അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലാണ് തോന്നുന്നു എന്താ പറയാ ഒരു പോയ ഉണ്ടായിരുന്നല്ലോ. അർജുന അങ്ങനെ ആരോ ഒരാള് എന്താണ് അമ്മയുടെ പ്രഗ്നൻസി പീരീഡിലായിരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ യുദ്ധം ചെയ്യണമെന്നുള്ളതൊക്കെ കേട്ടിട്ട് അവസാനം പകുതി മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പകുതി കുടുങ്ങി പോകുന്ന ഒരു കഥ ആരും കേട്ടിട്ടില്ല. ഒരു പോയ അഭിമന്യുവിന്റെ അല്ലേ? അഭിമന്യു കുടുങ്ങി. ടൂട്ടാപ്പഹിയാണോ അതിന്റെ? അങ്ങനെ എന്തോ ഒരു ടൂട്ടാപ്പഹിയാന്നാണോ അതിന്റെ? അതായത് ഒരു എന്താ പറയാ ഒരു പകുതി മുറിഞ്ഞ ടയറിന്റെ, അതായത് പകുതി ശൂന്യമായ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം അതിനൊക്കെ അതിൻ്റെതായ യൂസസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക മോറൽ സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ഓർമ്മ ഇതാണ്. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രിനാറ്റൽ പീരീഡിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ പ്രീ കൺവെൻഷനല്, കൺവെൻഷനല്, പോസ്റ്റ് കൺവെൻഷനല് 3 ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കാം. ടൂട്ടാപ്പഹിയ കുട്ടിയായ തന്നെ പൊട്ടിയ ചക്ര. യെസ്. അപ്പോ പ്രീ കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ അതിൽ 2 സ്റ്റേജ് ഉണ്ട്. ഇതിൽ ഓരോന്നിലും 2 സ്റ്റേജ് വീതമുണ്ട്. എൻട്രൻസിന് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേജിലെ സാധനം ചോദിക്കും, ഒരു തിയറി പറയും, എന്നിട്ട് ഇത് ഏതിലാന്ന് ചോദിക്കും. അപ്പോൾ എൻട്രൻസിന്റെ ഒക്കെ സമയത്ത് നിങ്ങൾ ഇത് ഓരോന്നും ഇങ്ങനെ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ നിങ്ങൾ നോട്ടിൽ ഉടനെ തന്നെ എഴുതി വെക്കുക. മലയാളത്തിൽ എങ്ങനെയാണോ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയത് ആ പെർസീവ് ചെയ്ത പോലെ തന്നെ മലയാളത്തിൽ മാക്സിമം എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ് തോന്നിക്കും. അപ്പൊ ഫസ്റ്റത്തെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ട് എന്താണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ പറഞ്ഞുതരാം. സ്റ്റേജ് 1 നമുക്ക് മൊറാലിറ്റി ഉണ്ടാകുന്നത് ഇതിങ്ങനെ നമ്മുടെ ബർത്ത് ഓർഡർ അനുസരിച്ചാട്ടോ, നമ്മുടെ ഏജ് അനുസരിച്ചും കൂടെ കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് 1 ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യില്ല, എന്തുകൊണ്ടായിരിക്കും? പണിഷ്മെന്റ് കിട്ടുമോ അല്ലെങ്കിൽ അടി കിട്ടുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇഫ് ഐ ഗെറ്റ് കോട്ട് ഐ വിൽ ബി പണിഷ്ഡ്. ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അഥവാ പണിഷ്മെന്റ് കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുക, അവർക്ക് ധാർമ്മികത മൊറാലിറ്റി ഉണ്ടാവുക. അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യണം, പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് വളർത്തണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. കുട്ടികളൊക്കെ ഉണ്ടാവും, ഇനി എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്യും, ഇനി എന്നെ ചെയ്തത് കൊണ്ടാണ് ഞാൻ എന്നെ ചെയ്യുന്നതെന്നുള്ള യു സ്കാച്ച് മൈ ബാക്ക് ഐ വിൽ സ്കാച്ച് യുവേഴ്സ് എന്ന് പറയുന്ന ഒരു തിയറി. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കിട്ടോ. സ്റ്റേജ് 1 മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ?
അത് രണ്ടും സെയിം തന്നെയല്ലേ? ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജും ഏകദേശം. സെയിം അല്ല. ഒന്നാമത്തത് പറഞ്ഞത് എന്താ പറയാ, പണിഷ്മെന്റ് പേടിച്ചിട്ട് മാത്രമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, അവിടെ കുട്ടിക്ക് ആ ഒരു ധാർമ്മികത വരുന്നത്. അതായത് കുട്ടിയെ എന്ത് ചെയ്യുന്നത്, ആ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്, പണിഷ്മെന്റിനോടുള്ള ആ ഒരു പേടിയാണ് ഫസ്റ്റത്തതില്. ഓക്കെ. രണ്ടാമത്തതിൽ എന്താണ്, കുട്ടിക്ക് തന്നെ എന്താണ്, ഇതിപ്പോ ഒന്നാമത്തേല് ഇപ്പൊ കുട്ടിയോട് പറയാണെന്ത്, ഒരു നല്ലൊരു മിഠായി അവിടെ വെച്ചിട്ടാണ് ഇത് കഴിക്കരുത്, കഴിച്ചാടി കിട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ മിഠായി കഴിക്കൽ കുട്ടിക്ക് ബെനിഫിറ്റ് ആണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കുട്ടി കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ഒരു പണിഷ്മെന്റ് പേടിച്ചിട്ട്. രണ്ടാമത്തേതിൽ കുറച്ചും കൂടെ എന്താണ്, ഇൻഡിവിജ്വലിസം ആണ്. അതായത് ആ കുട്ടിക്ക് സ്വന്തം എന്താണ് തോന്നുന്നത്, ഇതെനിക്ക് ഉപകാരപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ കുട്ടി എന്താണ്, കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കണം. അതായത് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട്, പണിഷ്മെന്റ് അല്ലാതെ ഇൻഡിവിജ്വലിസം ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടാമത്താണ് എക്സ്ചേഞ്ചിനുള്ള ഉദാഹരണമാണത്. നീ എന്നെ എന്തോ ചെയ്തുകൊണ്ട് ഞാൻ എന്നെ ചെയ്യുന്നു, ശരിക്കും ചെയ്യാൻ പാടില്ല, പക്ഷെ നീ എന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്നെ ചെയ്യാന്നുള്ള ആ ഒരു ഇത്. മൂന്നാമത്തത് കൺവെൻഷണൽ മൊറാലിറ്റി ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, ലെവൽ 1 എഴുതി വെച്ചോളൂ. ലെവൽ 1 എന്താണ്, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ്. രണ്ടാമത്തത് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ സോഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. പറയുമ്പോൾ മനസ്സിലാകും. ഇപ്പൊ ഞാൻ എന്താണ്, ഒരു കാര്യം എനിക്കൊരു ധാർമ്മിക ബോധം ഉണ്ടാവുകയാണ്, അതിനുള്ള കാരണം ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഓലിനെ പറ്റി എന്താണ് നല്ലത് വിചാരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു തെറ്റുണ്ട്, അപ്പൊ അവരുടെ ഇടയിൽ ഞാനത് ചെയ്യുന്നില്ല. കാരണം എന്താണ്, അവരെന്നെ പറ്റി നല്ലത് വിചാരിക്കുന്നില്ല. അപ്പൊ ആ ഒരു എന്താ പറഞ്ഞ, ആ ഒരു മോറൽ ഡെവലപ്മെന്റ് ഉണ്ടായത് എന്താണ്, നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായത് കൊണ്ടാണ്. അപ്പോ എന്താണ്, ബാക്കിയുള്ളവരുടെ അപ്രൂവൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ധാർമ്മികത ഉണ്ടാവാം. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ കേട്ടോ നമുക്ക് എന്താ പറയാ, മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ത് ചെയ്യുമോ, കട്ടാവുന്നുണ്ടോ? നേരത്തെ ചെറുതായിട്ട് പോയായിരുന്നു. ആ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ശരിക്ക് കേട്ടില്ല. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ആണോ ഇപ്പൊ? ഇപ്പൊ ഓക്കെയാ. എവിടുന്ന പോയത്? സെക്കൻഡ് സ്റ്റേജ് ആണോ? ലെവൽ 2 ഇല്ലേ, ഓക്കെ. കൺവെൻഷണൽ മൊറാലിറ്റി? അപ്പോ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് ആണ്. അഥവാ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് പറയണ്ടേ? കട്ടായോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. കൺവെൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്താണ്, സോഷ്യൽ ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു സോഷ്യൽ ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാണ്, മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യാണ്. അതിനുള്ള ഒന്നാമത്തെ ഉദാഹരണമാണ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മൾ എന്താണ്, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, എന്താ പറയാ, വ്യക്തികളുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യും, ധാർമ്മികത ഉണ്ടാക്കുക. അതിന്റെ എക്സാമ്പിൾ ആണ്, നിങ്ങളിപ്പോ എന്താണ്, സാധാരണ രീതിയിൽ ഒരു തെറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തുള്ളത്. അപ്പൊ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള, അപ്പൊ അവരുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക. അതായത് ബാക്കിയുള്ളവരുടെ അപ്രൂവൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് അല്ല നേരത്തെ ചോദിച്ചത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ ബെനിഫിറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു, അത് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെ ചെയ്യുന്നു എന്നുള്ള ഉദാഹരണത്തിനായുള്ള ഒരു എക്സാമ്പിൾ നോക്കി മനസ്സിലാവും. യു സ്ക്രാച്ച് my back, I will scratch yours എന്നുള്ള ഒരു രീതിയിലേക്ക്, അതായത് എക്സ്ചേഞ്ച് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെ സ്റ്റേജ് ക്ലിയർ ഇല്ലല്ലോ. മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ, അഥവാ എന്താണ്, സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യണം, അതായത് നമ്മുടെ എന്താണ്, കൾച്ചറിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു കൾച്ചറൽ ആയിട്ടുള്ള
ഒരു സാധനം ഉണ്ടാകും. അപ്പൊ അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യാൻ വേണ്ടി. കട്ടാവുന്നുണ്ടോ? കട്ടാവുന്നുണ്ടല്ലോ. ആണോ? സാറിന് ഞങ്ങള് പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണെന്ന് ആരെങ്കിലും പറയോ? ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണോ ചോദിക്കുമ്പോൾ ക്ലിയർ ഉണ്ട്, പിന്നെ ക്ലിയർ ക്ലിയർ ഇല്ല? ഞങ്ങള് പറയുന്നത് സാറ് ഇപ്പൊ ക്ലിയർ ഉണ്ടോ? കേൾക്കുന്നത്. ഓക്കെ. നാലാമത്തത് ഞാൻ പറയുന്നത് ഇപ്പൊ പ്രശ്നമുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? അപ്പോ നമ്മൾ പറഞ്ഞു വെച്ചത് സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലോ ഉണ്ട്. അഥവാ ഒരു സോഷ്യൽ ലോ ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യാം, ഒരാൾ കക്കാൻ വിചാരിച്ച ഒരാൾ കക്കാതിരിക്കുക. കാരണം എന്ത് ചെയ്യാം, കക്കാൻ പാടില്ല എന്നുള്ളൊരു സോഷ്യൽ എന്തുണ്ട്, ഒരു ലോ ഉണ്ടല്ലോ. അപ്പൊ ആ ലോ ഒബേ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ആളുകൾക്ക് എന്ത് ചെയ്യാം, ആളുകൾ ആ ഒരു ലോ ഒബേ ചെയ്യുന്നത് കാരണം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, മോറൽ ആയിട്ടുള്ള അതിലൂടെ മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക. അപ്പോ ഓക്കെ അല്ലേ സ്റ്റേജ് 4? സിമ്പിൾ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പൊ എന്താണ്, നമ്മൾ ആ ഒരു സോഷ്യൽ ലോക്ക് ഒബേ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവാം. ഇനി സ്റ്റേജ് 5ഉം സ്റ്റേജ് 6ഉം കുറച്ചൊന്ന് എന്ത് ചെയ്യാം, ഒരു വെറൈറ്റി ആണ്. സ്റ്റേജ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാം, ലോ എന്തുണ്ട്, ഒരു നിലവിലൊരു ലോ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലോ അല്ല യഥാർത്ഥത്തിൽ അവിടെ എന്ത് ചെയ്യേണ്ടത്, വേണ്ടത് എന്നുള്ള ഒരു മീനിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുക. അതിനുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ എന്താണ്, ഇപ്പൊ ഭക്ഷണം കക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യാണ്, മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഫ്രണ്ട് അല്ല, ആരെങ്കിലും എന്ത് ചെയ്യാം, മരിക്കാൻ വേണ്ടി കിടക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അയാൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഭക്ഷണം എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റീൽ ചെയ്യാം. അതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു തെറ്റ് ഒരാൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു കൊലപാതകം ഒരാൾ ചെയ്തു, എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാണ്, തക്കതായ രീതിയിലുള്ള ലോ കിട്ടിയിട്ടില്ല. അപ്പൊ അല്ല, തൊക്കതായ രീതിയിലുള്ള പണിഷ്മെന്റ് അയാൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കുക, അയാൾക്ക് എന്ത് ചെയ്തിട്ടില്ലല്ലോ, നല്ല പണിഷ്മെന്റ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയാളെ കില്ല് ചെയ്യുക. അപ്പൊ യഥാർത്ഥത്തിൽ കില്ല് ചെയ്യുക എന്നുള്ളത് എന്താണ്, തെറ്റാന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവിടുത്തെ ഒരു ആവശ്യത്തിൽ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ലോക്ക് മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഡെവലപ്മെന്റ് എന്ന് മൊറാലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊറാലിറ്റി ഉണ്ടാവുക. ഈ കില്ല് ചെയ്യാന്നുള്ളത് എന്താണ്, ഒരു നെഗറ്റീവ് സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യുക, വേറൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഭക്ഷണം മോഷ്ടിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതാണ് സ്റ്റേജ് 5 സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്. അഥവാ എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് അവകാശത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ റൂളിനേക്കാൾ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വ്യക്തിയുടെ എന്താണ് അവകാശത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ, ഇതൊക്കെ കുറച്ച് വലിയ ഒരാൾക്ക് ഉണ്ടാവുന്ന എന്താണ് മോറൽ ഡെവലപ്മെന്റ് ആണ്. പിന്നെ സ്റ്റേജ് 6 എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അഥവാ നമ്മൾ എന്താണ്, പൊതുവെ നമ്മൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താണ് മോറൽ പ്രിൻസിപ്പിൾസ്, പല കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊതു വഴിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, പിസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള അങ്ങനത്തെ കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. അത് മെയിൻ ആയിട്ട് എന്താണ്, ഇന്റേണൽ പ്രിൻസിപ്പിൾസ് ആണ്. അഥവാ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ് ഉണ്ടാവുകയാണ്. അഥവാ അങ്ങനെ ഒരു ലോ ഒന്നും എന്ത് ചെയ്യില്ല, പുറത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഒരു കോൺഷ്യസ് എന്ത് ചെയ്യുക, ഒരു ലോ, ഒരു മോറൽ ആയിട്ടുള്ള ഒരു കാര്യം പെർഫോം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സ്റ്റേജ് 6 പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ്, ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന കാര്യം എന്തായിരിക്കാം, സോഷ്യലി അപ്പൊ എന്താണ്, നിലനിൽക്കുന്ന നിയമത്തിന് എതിരാണെങ്കിൽ പോലും നിങ്ങൾ ഉള്ളിൽ നിന്ന് എന്താണ്, നിങ്ങൾക്ക് തോന്നുകയാണ് ഇതാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുന്നതാണ് സ്റ്റേജ് 6. അപ്പൊ ഇതൊക്കെ ഓൾമോസ്റ്റ് എന്താണ്, എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനും പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പൊ അത് ഓക്കെ അല്ലേ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോയാലോ?
ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയൂ. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഈ തിയറി? കൊഹൽബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ്. ഇടയ്ക്ക് ഒന്ന് മിസ്സായിരുന്നു. 4ാമത്തെ സ്റ്റേജും 3ാമത്തെ സ്റ്റേജും ഒന്ന് പറയാം. 4ാമത്തതും പിന്നെ ഏതായിരുന്നു? 3ാമത്തെ സ്റ്റേജും. ഓക്കെ. 3ാമത്തെ സ്റ്റേജ് 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് സോഷ്യലി സോഷ്യൽ കോണ്ടക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്മെന്റ് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ബാക്കിയുള്ളവരുടെ അപ്രൂവൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ബാക്കിയുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ധാർമ്മികമായിട്ട് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ ഫാമിലിയിൽ വരുന്ന സമയത്ത് സിഗരറ്റ് വലിക്കുന്നില്ല ഫാമിലിയിലുള്ളപ്പോൾ. കാരണം എന്താണ്, ആ ഫാമിലിയുടെ ഒരു അപ്രൂവൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുക, ആ ഒരു ഫാമിലിയുടെ അപ്രൂവൽ ഗെയിൻ ചെയ്യുന്ന ഒരു കോണ്ടക്സ്റ്റിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് 3ാമത്തത്. സിമ്പിൾ ആണ്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനും പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിളും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാട്ടോ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. 4ാമത്തെന്ന് പറയുമ്പോൾ എന്താണ്, നിയമങ്ങളുണ്ട്. അതായത് സോഷ്യലി ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ വൈപ്പിടുക. അപ്പൊ ആ നിയമങ്ങളെ വൈപ്പിടൽ കൊണ്ട് നമ്മളെല്ലാം എന്ത് ചെയ്യുക, ഒരു മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുക. അപ്പൊ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നില്ല. കാരണം എന്ത് ചെയ്യാൻ ചെയ്യരുത് എന്നുള്ള നിയമമുണ്ട്. അപ്പൊ നിയമങ്ങളെ വൈപ്പിടൽ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കും. ഇത്രേ ഉള്ളൂ ഇതില്. ഞാൻ 2-3 സ്ലൈഡും കൂടെ ഉണ്ട്. അതത്ര ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു പിയാഷയുടെ മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്. കാരണം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ട് മോറൽ ഡെവലപ്മെന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കുക. ഹെട്രോണമസ് മൊറാലിറ്റി, അതുപോലെ തന്നെ ട്രാൻസിഷണൽ മൊറാലിറ്റി എന്നുണ്ട്. അതെന്താണ്, ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ ഹെട്രോണമസ് മൊറാലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ബ്രേക്കിംഗ് 1 കപ്പ് ഓൺ പർപ്പസ് ഈസ് ബെറ്റർ ദാൻ ആക്സിഡന്റലി ബ്രേക്കിംഗ് 5. അഥവാ എന്താണ്, നമ്മളെന്താണ് ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു കപ്പ് എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ഒരു പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ തച്ചടക്കുന്നത് എന്താണ്, ആവശ്യമില്ലാതെ 5 തച്ചടക്കുന്നതിനെക്കാട്ടി നല്ലത് ആവശ്യത്തിന് വേണ്ടി ഒന്നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെയുള്ള, ഇതൊക്കെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ അത് പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല എന്നൊക്കെയുള്ള, പ്രത്യേകിച്ച് ഇപ്പൊ എന്താണ് ഈ 5 to 10 ഇയറിന്റെ ഇടയിലുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, പല ആവശ്യമില്ലാത്ത പൊട്ടിത്തെറുപ്പും കാണിക്കും. അപ്പൊ അവരിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരിത് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും അറിയില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം എന്നൊക്കെയുള്ള ഒരു എന്താണ് അതിന്റെ ഒരു കോൺസിക്വൻസ് ഒന്നും അവരെന്തില്ല അവെയർ ആയിരിക്കില്ല. നമ്മുടെ എന്താണ് ഡേറ്റിൽ ഒരുപാട് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാകും. കുട്ടികളൊക്കെ അതിനെ ന്യായീകരിക്കും, അതിനെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ടൈം അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ട്രാൻസിഷണൽ സ്റ്റേജ് എന്നുള്ളത് ഇതെന്താണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കുന്നവർക്ക് അറിയാം. എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമം മാറ്റാനുള്ള ഒരു സാധനമാണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. അത് ഓക്കെ അല്ലേ? പിന്നെ ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറി ഉണ്ട്. ഇതും ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ചെറുങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ എൻട്രൻസിന് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ 3 ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തില്ല ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ ഒരിക്കലും എന്തില്ല ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സെക്യൂർ അറ്റാച്ച്മെന്റ്, അതുപോലെ തന്നെ ആങ്ഷ്യസ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ആങ്ഷ്യസ് റെസിസ്റ്റന്റ് അറ്റാച്ച്മെന്റ്. ഒന്നാമത്തത് ഈ അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ ഈ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ അറ്റാച്ച്മെന്റ് തിയറി പറയുന്നത്. ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോ ഒന്നാമത്തത് 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് ടൈപ്പ് ചെയ്യാൻ ആങ്ഷ്യസ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണ്. അതാണ് ഇമോഷണൽ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഉണ്ടാവുക, റെസ്പോൺസീവ് അല്ലാതിരിക്കുക, റിജക്ട് ചെയ്യലൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അത് എന്ത് ചെയ്യണ്ട, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഇന്ന് ഒരുപാട് ബോക്സ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. പിന്നെ രണ്ടാമത്തത് ടൈപ്പ് ബി ആണ്, സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്, റെസ്പോൺസീവ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്. ഇതൊക്കെ പറഞ്ഞാൽ ഒരു പാരന്റ് ഒരു കുട്ടിയോട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാട്ടോ പറയുന്നത്. രണ്ടാമത്തത് റെസ്പോൺസീവ്, പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ്, ഇമോഷണലി എന്ത് ചെയ്യുക, അവൈലബിൾ ആയിരിക്കുക. അതായത് ഒരു കെയർ ഗീവർ, പാരന്റ് എന്നുള്ളതല്ല കെയർ ഗീവർ, അഥവാ ഒരു ചെറിയ കുട്ടിക്ക് കെയർ നൽകുന്ന ആളാണ് കെയർ ഗീവർ. ആ കെയർ ഗീവർ കുട്ടിയും തമ്മിലുണ്ടാകുന്ന അറ്റാച്ച്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തത് ടൈപ്പ് സി ആണ്, ആങ്ഷ്യസ് റെസിസ്റ്റന്റ് അറ്റാച്ച്മെന്റ് ആണ്. എന്റെ സ്ക്രീന് പോയിട്ടുണ്ട് അല്ലേ? സ്ക്രീന് പോയിട്ടാ. ഓക്കെ ഞാൻ ഇപ്പൊ ചെയ്തരാം. ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ.
ഓക്കെ അല്ലേ സ്ക്രീന്? ഓക്കെ ആണ്. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, റിസ്ക് എടുത്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറി ഡെവലപ്മെന്റ് സൈക്കോളജി അത്ര ഇതല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ടൈപ്പ് സി എന്ന് പറയുമ്പോൾ ഇൻകോൺസിസ്റ്റന്റ് ആണ്, സം ടൈം, അതായത് ചില സമയത്ത് മാത്രം എന്ത് ചെയ്യുക, കെയർ ഗീവർ കുട്ടിക്ക് എന്ത് ചെയ്യുക, അവൈലബിൾ ആവുക എന്നുള്ളതാണ്. അപ്പോ ഇത് ഓക്കെ അല്ലേ? ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണേ, കുറെ ബോക്സ് ഒന്നും ഓവർലോഡ് ആവണ്ടെന്ന് കരുതിയാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ് സാർ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വേറെ തന്നെ സ്ലൈഡ് ചെയ്ത് തരാം. അങ്ങ് ഇതാക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് മാർക്ക് അങ്ങനെ ചെയ്ത് വെക്കോ. ഇത് ഇമ്പോർട്ടന്റ് അല്ലാന്ന് വെച്ചിട്ട് നമ്മ എക്സാമിന് അങ്ങനെ നോക്കാണ്ടിരുന്നാ പോരെ. ഓക്കെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ സ്ലൈഡിൽ തന്നത് മാക്സിമം നിങ്ങൾ നോക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതിന്റെ ഒരു 20% കണ്ടന്റ് ഞാൻ തരുന്നുള്ളൂ നമുക്ക്. അതായത് എത്രത്തോളം എന്താ പറയുക ചുരുക്കാൻ പറ്റുക അത്രത്തോളം ചുരുക്കിയിട്ട് തരുന്നത്. പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. നമ്മൾ എന്താണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ ഞാനിങ്ങനെ സ്ലൈഡ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ 400 പേജ് നിങ്ങൾ വായിച്ച് പഠിച്ചു പോകും. അപ്പോ മാക്സിമം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്നാ പറയുന്നത് വെച്ചാൽ, ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല, ബട്ട് വേറെ സ്ഥലത്ത് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വരും. അങ്ങനത്തെ സാധനങ്ങളാണ് ഈ ഇഗ്നോന്റെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പക്ക മൾട്ടി മിക്സ്ഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിന്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് എന്ത് ചെയ്യും, സെയിം സാധനം തന്നെ ഇടക്കിടക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇഗ്നോനെ പറ്റി പറയുന്ന ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ് ആവർത്തനം എന്നുള്ളത്. പക്ഷെ അത് നല്ലതാണ്. നിങ്ങൾ എന്താണ് ആത്മാർത്ഥമായിട്ട് ജെന്യൂനായിട്ട് പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നോളജ് കിട്ടും. അതാണ് ഇഗ്നോ. ഇതിന് പൊതുവെ എല്ലാവരും പറയും ഇഗ്നോന്റെ ടെക്സ്റ്റ് ഒക്കെ, പ്രത്യേകിച്ച് സൈക്കോളജി എന്താണ് ടഫാണെന്ന്. ഇഗ്നോയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റും കൂടി കേട്ടോ സൈക്കോളജി. കാരണം നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് വരെ പറയാറുണ്ട് എന്താണ്, ഇഗ്നോ ആണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ ആ സെയിം സാധനമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ടൈം എന്ത് ചെയ്താൽ മതി, സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഈ 3 ചാപ്റ്റർ നമ്മൾ പറഞ്ഞത് വെറും എന്താണ് 1.5 മണിക്കൂറിലാണ്. നിങ്ങളിത് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ വായിക്കാൻ തന്നെ എന്തായാലും നിങ്ങൾക്ക് ഒരു 4-5 മണിക്കൂർ എന്തായാലും എടുക്കും. കാരണം അത്രയും പേജ് ഉണ്ട്, 25-35 പേജസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ഏറ്റവും ചുരുക്കിയിട്ട് നമ്മൾ ഏറ്റവും കീ വേർഡ് ഒരു വേർഡ് ആക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ്. യഥാർത്ഥത്തിൽ അതിന് ഡിഫൈൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, 2-3 പാരഗ്രാഫും പേജും ഉണ്ട്. അപ്പോ പറയുന്നത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ അറ്റാച്ച്മെന്റ് തിയറി യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റിലെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളെന്നുള്ള സാധനമാണ്. പിന്നെ നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ചിലപ്പോൾ ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒക്കെ പറയുന്നുള്ളൂ. സാധനം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി എന്താണ് ലാസ്റ്റ് സ്ലൈഡ് കേട്ടോ. ഹരി ഹാർലോ എന്നാണ് അയാളുടെ പേര്. ഇതെന്തില്ല, ടെക്സ്റ്റില് ഒരു വരിയറ്റേ ഉള്ളൂ, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയേണ്ട ഒന്നാണ്. ഇതൊക്കെ എന്താ പറഞ്ഞ, ഇത് അറ്റാച്ച്മെന്റ് അഥവാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. മങ്കി എക്സ്പെരിമെന്റ്, ഹാർലോയുടെ മങ്കി എക്സ്പെരിമെന്റ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. ഈ ഹാർലോ എന്ന് പറയുന്ന ഇതിന്റെ എന്താ പറയാ, വീഡിയോ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതൊക്കെ അറ്റാച്ച്മെന്റിനെ പറ്റിയാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അറ്റാച്ച്മെന്റ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു മങ്കിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൂമിൽ അടക്കുന്നുണ്ട്. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള 2 എന്താണ് മദറാന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ മങ്കി ഒറ്റക്കാട്ടോ, ഐസൊലേറ്റഡ് ആണ്. 2 എന്ത് ചെയ്യുന്നുണ്ട്, മങ്കി ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു മങ്കി എന്ന് പറയുന്നത് കുറെ വയറും കമ്പിയൊക്കെ ഉപയോഗിച്ച ഈ ഇമേജിൽ കാണുന്ന പോലത്തെ ഒരു മദറാണ്, കെയർ ഗീവർ ആണ്. രണ്ടാമത്തെ മങ്കി എന്ന് പറയുന്നത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താണ് ഒരു മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചതാണ്. കാണാനും കുറച്ച് എന്താണ്, രണ്ടാളും കാണാൻ കുറച്ച് എന്താണ് വിയേർഡ് ആണെങ്കിൽ പോലും ഈ ഒന്നാമത്തെ മങ്കി അഥവാ ഈ കമ്പി കൊണ്ടും ഇതൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കെയർ ഗീവർ എന്നുള്ളത് എന്താണ് കുറച്ചും കൂടെ വേസ്റ്റ് ആയിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിൽ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മദർ ഉണ്ടല്ലോ, മദറല്ല, ഒരാളെ ഉള്ളൂ, അതായത് ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഒരു മദറായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പി കൊണ്ട് ഉണ്ടാക്കിയ ആളെന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കും ഈ മങ്കിക്ക് എപ്പോഴും. പക്ഷെ രണ്ടാമത്തെ ആള് ഭക്ഷണം ഒന്നും കൊടുക്കില്ല. അപ്പൊ ഇവിടെ എക്സ്പെരിമെന്റിൽ എന്തുണ്ടായി വെച്ചാല്, ഇയാൾക്ക് എന്താണ് ഈ ഫസ്റ്റത്തെ എന്താണ് കമ്പി കൊണ്ട് ഉണ്ടാക്കിയ മദറിന് എന്താണ്, അല്ലെങ്കിൽ ഈ വയറൊക്കെ വെച്ച് ഉണ്ടാക്കിയ മദറിന് തീരെ ഇഷ്ടമല്ല. ഇയാൾക്ക് എപ്പോഴും ഇഷ്ടം എന്താണ്, ഈ സോഫ്റ്റ് ആയിട്ടുള്ള മദറിനാണ്. ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ ഈ വയർ കൊണ്ട് ഉണ്ടാക്കിയ മങ്കി എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ടായിട്ട് പോലും ഈ മങ്കിക്ക് എന്താണ്, ഈ മങ്കിക്കുട്ടന് ഇഷ്ടം എന്താണ്, ഈ മറ്റേ മദറിനാണ്. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത്
കുറച്ചും കൂടെ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളോടായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ആളോടാണ് അറ്റാച്ച്മെന്റ്. പിന്നെ ഒരു അഡീഷണൽ നോളജ് പറയാണ്, ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് എൻട്രൻസിന് ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. മേരി ഹെയിൻസ്വോർത്ത്. അപ്പോൾ ഹെയിൻസ്വോർത്ത് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ഒരു കുട്ടിയെ എന്ത് ചെയ്യും, കുറെ നേരം അമ്മ കൂടെ ഉണ്ടാകും, പിന്നെ പെട്ടെന്ന് അമ്മ പുറത്തു പോകും, എന്നിട്ട് ഒരു അപരിചിതരായ ആള് വരും. അങ്ങനെ കുറെ ഇവന്റ് ബേസ് ചെയ്തിട്ട് ഒരു എന്താണ് ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സൂചിപ്പിച്ചത് കൊണ്ട് എന്താ ചെയ്യും, എക്സാമിന് അത് ചോദിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നിങ്ങൾ എന്താണ് CUT ഒക്കെ എഴുതുന്നവരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഓൾമോസ്റ്റ് എന്താണ് ഒരു 7 മിനിറ്റ് ബാക്കിയുണ്ട്. പിന്നെന്താ പറയാ, കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. നമ്മൾ ഓൾറെഡി ഒരു 20 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ആണ് ഞാൻ പെട്ടെന്ന് പോയത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഒക്കെ എന്താ ചെയ്യാ, കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ മൈക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാതെ പുറത്തുനിന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ? കൂളായിട്ട് ചോദിക്കാം. അതായത് ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വർഷം എന്തായാലും എടുക്കൂ പറഞ്ഞു. അപ്പൊ നമുക്ക് CUTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് CUTക്ക് അപ്ലൈ ചെയ്യുന്നതിന് എന്തില്ല, ഒരു ഇതുമില്ല. CUTക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, അപ്പിയറിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. മാർക്ക് അപ്പിയറിംഗ് കൊടുത്താൽ മതി. ഏത് എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രോബ്ലം അല്ല. നെറ്റ് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ PG സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൂ. നോ പ്രോബ്ലം. എനിക്കൊന്നും എന്റെ കൂടെ ഉള്ളവര് 5 വർഷം കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിയാത്തവരുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാലും അത് ഓരോ യൂണിവേഴ്സിറ്റിയാണ്. കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് നിങ്ങൾ എന്താണ് ഇപ്പൊ നിങ്ങൾ തേർഡ് ഇയറിലുള്ള സമയത്ത്, തേർഡ് ഇയർ കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്തായാലും എക്സാമിന് അപ്ലൈ ചെയ്യുള്ളൂ. ഒരു 7 മാസം 6 മാസമൊക്കെ എന്ത് ചെയ്യും, അഡ്മിഷനും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ജൂലൈയിലൊക്കെ ആയിരിക്കും ഇതുണ്ടാവുക. പിന്നെ എന്താണ് ചില യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്രേഡ് കാർഡ് കൊടുത്താൽ മതി. ചില യൂണിവേഴ്സിറ്റികളിൽ എന്തുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് 1 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റിയിൽ 1 കൊല്ലത്തിനുള്ളിലൊക്കെ ചെയ്താൽ മതി. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇപ്പൊ അധികം ആളുകൾക്കും സപ്ലൈ ഒക്കെ ഉണ്ടാവും. പക്ഷെ തേർഡ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ 4th ഇയറിന് അവരെന്ത് ചെയ്യും, CUT അപ്ലോഡ് ചെയ്യും, CUTക്ക് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എക്സാം എഴുതുന്നവരും യൂണിവേഴ്സിറ്റി പോകുന്നവരൊക്കെ. അധികം ആളുകൾ നിങ്ങൾ അന്വേഷിച്ചാൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒട്ടുമിക്ക ആളുകൾക്കും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല, ഓൺ ടൈമിൽ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവരും നോക്കിയാൽ ഇപ്പൊ PG കഴിഞ്ഞ ചില ആൾക്കാർ യൂണിവേഴ്സിറ്റി പോയി വാങ്ങും. പക്ഷെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഐഡി കാർഡ് ഫുൾ ആയി കഴിഞ്ഞാൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ അതെന്തല്ല, നിങ്ങൾ അതോർത്ത് എന്ത് ചെയ്യണ്ട, ആങ്സൈറ്റി അടിക്കണ്ട. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എന്താ പറയാ, ഇങ്ങനെ അക്കാഡമിക് ഡൗട്ട് തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സൈക്കോളജിയിലോ കരിയറിലോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിന്നോ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആകുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിന്റെ എന്താണ്, അല്ല നമ്മുടെ നോളജ് ഭയങ്കര എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ റെഗുലറായി പോകണവരും എന്ത് ചെയ്യും, P. വൈഗോട്സ്കി അങ്ങനത്തെ പേരൊക്കെ സ്ഥിരമായിട്ട് കേൾക്കും. എന്താണെന്നറിയില്ലെങ്കിലും പേര് അത് കേട്ട പേരാണെങ്കിലും അവർക്ക് അറിയാം. അപ്പൊ പഠിക്കാൻ സുഖമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മളെന്തെയില്ല, അപ്പൊ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കേട്ട പോലെ തോന്നിയിരുന്നു. ഇതൊക്കെ ശരിക്ക് എന്താണ്, അധിക സാധനങ്ങളും ഫസ്റ്റ് ഇയറിൽ കുറഞ്ഞതാണ്. അപ്പൊ അത് എന്താണ്, ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, എഴുതി വെക്കാൻ നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഈ പുതിയ 2 ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് പറയാവോ? നിങ്ങൾ PG ചെയ്യാൻ താല്പര്യമുണ്ടോ? സീരിയസ് ആയിട്ട് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. സീരിയസ് ആയിട്ട് തന്നെ എന്താണ് സൈക്കോളജിയിൽ പറയും. താല്പര്യമുണ്ട്. ഓക്കെ, എക്കോ അടിക്കുന്ന പോലെ ഒരാൾ താല്പര്യം ഉണ്ടെന്നപ്പോ മറ്റേയാളും താല്പര്യമുണ്ട്. എന്താണ് ഇതൊക്കെ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കൂട്ടോ, കുറെ തിയറികളുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് ഇങ്ങനെ മതി അല്ലെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. എനിക്കെന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്നൊരു തോന്നല്. ഞാൻ ഭയങ്കര സ്പീഡാണ്, ഒരുപാട് എന്താ പറയാ കണ്ടന്റ് പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് ശരിക്കും ഓക്കെയാണ്, നല്ല മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഭയങ്കര ഡീപ്പായിട്ട് നല്ല ലാഗായിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എത്തുമ്പോ ശരിക്കും പെട്ടെന്ന് ചാപ്റ്റേഴ്സ് ഇരുന്ന് പെട്ടെന്ന് സംഭവം കിട്ടുന്നു എന്നുള്ള ഒരു ഫീലാണ് വന്നിട്ടുള്ളത്.
യഥാർത്ഥത്തിൽ ഇഗ്നോനെ നമ്മൾ എന്താണ് ഇഗ്നോക്ക് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കണം. നിങ്ങളിപ്പോ കാലിക്കറ്റിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ഈച്ച് ആൻഡ് എവരി വേർഡ് അങ്ങനെ തന്നെ പഠിക്കണം. കാരണം കാലിക്കറ്റിൽ നിന്നുണ്ട് ഹൂ ഈസ് ദ ഫാദർ അല്ലെങ്കിൽ വാട്ട് ഈസ് എന്നൊക്കെയുള്ള അങ്ങനത്തെ WH ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഇതിലെന്താണ് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, നിങ്ങളോട് എന്താണ് റിക്സണ്ട് എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, എന്തൊക്കെയോന്ന് അറിയാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റേജസ് മാത്രം എഴുതിയിട്ട് അതിന്റെ അടിയിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി അണ്ടർലൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് അങ്ങനെ ഓരോന്നും ഡീപ്പായിട്ട് പഠിക്കണ്ട. ഈ ഇഗ്നോ എടുത്ത ഒരുപാട് ആൾക്കാർ നല്ലൊരു പെർസെന്റേജ് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഡ്രോപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു മെയിൻ കാരണം എന്താ, ചില ആളുകൾ ഇപ്പം 10,000 20,000 ഒക്കെ കൊടുത്ത് ട്യൂഷന് കയറിയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് ഇതുപോലെ ക്ലാസ് വേണമെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി എല്ലാവരും സാധാരണ എനിക്കൊന്നും നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടൊക്കെയാണ് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ നിങ്ങൾ ഒരുപാട് എനർജി ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ല നിങ്ങൾക്ക് എന്താണ് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കരിയർ റിലേറ്റ് ചെയ്തിട്ടോ. പ്രാക്ടിക്കൽ എക്സാമിന് ഇവിടെ എന്തെങ്കിലും സപ്പോർട്ട് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമോ? നിങ്ങൾക്ക് എന്താണ് അതെ, പ്രാക്ടിക്കൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൾറെഡി പ്രാക്ടിക്കലിന് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും, കണ്ടന്റ് മനസ്സിലാവും. എന്താണ് ചെറിയ 1-2 എക്സ്പെരിമെന്റ്സ് ഉണ്ടാവുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും, എന്താന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ അത് ജസ്റ്റ് എഴുതാനേ ഉണ്ടാവുള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, സൊല്യൂഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഡൗട്ട് 2 രീതിയിലാണ്. പറഞ്ഞോളൂ. ഡൗട്ട് ഇല്ലാതിരിക്കൽ 2 രീതിയിലാണ്. ഒന്ന് നിങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവില്ല, ഒന്ന് നിങ്ങൾക്ക് തീരെ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഡൗട്ട് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എത്ര ബേസിക് ആയിട്ടുള്ള സാധനം ചോദിക്കാം. നമ്മളൊരിക്കലും കോൺസെപ്റ്റ് മനസ്സിലാവാതെ എന്ത് ചെയ്യരുത്, പോയിട്ട് കാര്യമില്ല. നമുക്കൊക്കെ പറ്റിയൊരിതാണ്. പിന്നീട് അത് നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. പ്രത്യേകിച്ച് എന്താണ് PGന്റെ ഒക്കെ ടെക്സ്റ്റും റെഫറൻസും ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതേ വേറെ കാര്യം. കാരണം നമ്മളെന്താണ് സെൽഫ് സ്റ്റഡി നടത്തിയതാണ്. അപ്പോൾ അതിൽ ആ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ എല്ലാം ഓക്കെ. നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? അങ്ങനെ മതിയെന്നോ ഇങ്ങനെ മതിയെന്നോ അല്ല സ്പീഡാണെന്നോ? അതൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഓക്കെ. നിങ്ങളെന്താ പറയാ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞോളൂ. പ്രാക്ടിക്കൽ എക്സാമിനുള്ള സബ്ജക്ട് എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. എക്സാം എഴുതാണ്ട് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? സബ്ജക്ട് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാ തോന്നുന്നു. പക്ഷെ ആ ഒരു ഇയർ കംപ്ലീറ്റ് ആയിരിക്കണം. ഇയർ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടില്ല. അപ്പം അതിന്റെ പ്രാക്ടിക്കൽ ഇപ്പൊ വരികയാണെങ്കിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടിക്കല് വേറെ തന്നെ എക്സാം ആയിട്ടാണ്. അതായത് പ്രാക്ടിക്കല് നിങ്ങൾ വേറെ തന്നെ ഫീ അടക്കുന്നില്ല. അപ്പോ അത് പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയർ കഴിയണമെന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലെ ഒരാളുണ്ടാവില്ല, അവരോട് നിങ്ങളൊന്ന് ചോദിക്കാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിച്ചിട്ടൊന്ന് പറയാം. എൻ്റെ ഓർമ്മയിൽ അത് പ്രശ്നമല്ല എന്നാണ് ഞാൻ. നിങ്ങൾ എന്തായാലും എനിക്ക് ജസ്റ്റ് പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് അയക്കട്ടോ, ഞാൻ ചോദിക്കാം. ഇനി എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഞാൻ പറയാൻ വന്നത് ഈ ടാബിൾ ചെയ്ത് തരുന്നത്, ആ ടാബിൾ ചെയ്യുന്ന സാധനം നിങ്ങൾ എന്താണ് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഓരോന്നിലും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും, നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ടാബിൾ ചെയ്ത് ഷോർട്ട് നോട്ട്സ് ഇപ്പൊ ഇവിടെ സ്ലൈറ്റിൽ കാണിച്ച സാധനം തന്നെയാണ് തരാം. നമ്മൾ രണ്ടും കൊടുക്കലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിലൊക്കെ ഇതന്നെ മതിയായിരിക്കും, ഇതന്നെ ആയിരിക്കും. ഷോർട്ട് നോട്ടിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇങ്ങനെ തിയറി പറഞ്ഞു പോയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും മനസ്സിലാക്കാൻ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരൊറ്റ സ്ലൈഡിൽ തന്നെ അതിൽ പറയുന്ന 4-5 തിയറിയും കോൺസെപ്റ്റും ഉൾക്കൊള്ളിക്കുമ്പോൾ സുഖമായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചോദിച്ചാൽ മതി. ഇതെന്തായാലും ഡെയിലി അപ്ഡേറ്റ് ചെയ്യും ക്ലാസ്സിൽ കഴിഞ്ഞ ഉടനെ തന്നെ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കിട്ടിയാലും നല്ലതായിരുന്നു. ഇപ്പം കോഗ്നിറ്റീവ് തിയറി അതിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതും അങ്ങനെ കുറച്ചൊരു ഇത് കിട്ടിയാല് നമുക്ക് എക്സാമിന് അത് ഉപകാരമില്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ തോനെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം വായിക്കന്നെ വേണം.
അല്ലാതെ ഒറ്റ പോയിന്റ് ആക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ എഴുതാൻ പ്രയാസമായിരിക്കും, പക്ഷെ പഠിക്കാൻ സുഖമായിരിക്കും. അതിന് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഇഗ്നോയിൽ മാക്സിമം എക്സാമ്പിൾസ് പറയും, പിന്നെ അതുപോലെ തന്നെ കേസുകൾ പറയും, ഒരുപാട് കേസസ് പറയും ഓരോ റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ കൂടി കുറച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് നോട്ട് എന്ത് ചെയ്താൽ അയച്ചുതരാം. ഷോർട്ട് നോട്ട് സാധാരണ നമ്മൾ ഷോർട്ട് നോട്ട് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്, സ്ലൈഡ് ആയിട്ടല്ലായിരുന്നു. ഷോർട്ട് നോട്ട് എന്ത് ചെയ്യും, സ്ലൈഡ് ആക്കിയിട്ട് യൂസ് ചെയ്യാറായിരുന്നു. നമ്മുടെ എന്താ പറയാ PDF. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യുക, ടാബുലൈസേഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. അപ്പോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഭയങ്കര ട്രൈ ആട്ടോ. സൈക്കോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം, പ്രത്യേകിച്ച് നിങ്ങൾ എന്താണ് നമ്മളൊരു റിയൽ ലൈഫിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, മാക്സിമം കുറേ. ഞാനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ചോദിച്ച് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എന്ത് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര സ്പീഡാണ്, അല്ലെങ്കിൽ ഓവർ കണ്ടന്റ് ഉണ്ടെന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഓക്കെ അല്ലേ? ഓവർ കണ്ടന്റ് ഒന്നും ഇല്ല, പക്ഷെ കുറച്ച് സ്പീഡാണ്. അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് അറിയില്ല. അല്ല ആക്ച്വലി അത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ടെക്സ്റ്റിൽ ഉള്ളതല്ലേ, അത് കുറച്ച് എന്തായാലും പ്രയാസമാണ്. ഓക്കെ. ഞാൻ എന്ത് ചെയ്യാം, ഇത് ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡായത്. ഇനിയുള്ള ക്ലാസ്സൊക്കെ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ഇന്ററാക്റ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഓൾറെഡി ഇത് 60 ചാപ്റ്റർ ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതൊന്നും ചർച്ച ചെയ്യാത്തത്. പറഞ്ഞ സാധനങ്ങൾ തന്നെ ആവർത്തിച്ച് ഒരുപാട് തവണ പറയുന്നുണ്ട്. അപ്പോ ഓക്കെ അല്ലേ? എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ.